എല്ലാവർക്കും. അപ്പോൾ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്തിൽ നമുക്ക് ബേസിക് ഗ്രൂപ്പ്സ് എന്നുള്ള ഏരിയയിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലൈക്ക് നമുക്ക് ഓവറോൾ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിന്റെ സെനാരിയോ മാറും. ഓക്കെ, അപ്പോൾ അതിൽ മെയിൻലി നമുക്ക് 4 സിറ്റുവേഷൻസ് ആണ് പഠിക്കാനുള്ളത് അല്ലേ? വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് 4 സിറ്റുവേഷൻസ്. അതിൽ ഫസ്റ്റ് വൺ എന്താ? 2 രീതിയിലാണ് ഗ്രൂപ്പിൽ നമുക്ക് സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്നത്. എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി സ്റ്റെപ്പ് അക്വസിഷൻ, ഒന്നെങ്കിൽ സ്റ്റെപ്പ് അക്വസിഷൻ ആയിരിക്കാം, അല്ലെങ്കിലോ സ്റ്റെപ്പ് ഡിസ്പോസൽ. അപ്പൊ അങ്ങനത്തെ 2 സിറ്റുവേഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, സ്റ്റെപ്പ് അക്വസിഷൻ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റെപ്പ് ഡിസ്പോസൽ ഉണ്ട്. അപ്പൊ സ്റ്റെപ്പ് അക്വസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമുക്ക് ഓൾറെഡി കുറച്ച് ഷെയർ ഉണ്ടായിരുന്നു. ലെറ്റ്സ് സേ വി ആർ ഹാവിങ് 25% ഷെയർസ്. ഓക്കെ, ഒരു കമ്പനി 25% ഷെയർസ് ഉണ്ട്. ഞാൻ അവിടുന്ന് വീണ്ടും അഡീഷണലി ഒരു 50% അക്വയർ ചെയ്തു. ഐ എം അക്വയറിങ് അഡീഷണൽ 50%. സോ ഇപ്പൊ മൊത്തം എനിക്ക് ഇപ്പോഴത്തെ ഷെയർ ആയി 75% ഷെയർ ആയി. അപ്പോൾ പ്രീവിയസ്ലി ബിഫോർ അക്വയറിങ് ദാറ്റ് 25% ഷെയർസ്, ഓക്കെ, ഐ വാസ് ഹാവിങ് നോ കൺട്രോൾ. എനിക്ക് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ആ കമ്പനിയിലെ കൺട്രോൾ എനിക്കില്ല. ബിക്കോസ് ഞാൻ എത്ര മാത്രമേ അക്വയർ ചെയ്തിട്ടുള്ളൂ? 25% അക്വയർ ചെയ്തിട്ടുള്ളൂ. അവിടുന്ന് നൗ ആഡഡ് ഒരു 50% അഡീഷണലി ആഡ് ചെയ്തു ഷെയർസിൽ. സോ ഐ റീച്ച്ഡ് എ പോയിന്റ് വേർ നൗ ഐ ഹാവ് എ കൺട്രോൾ ഇൻ ദിസ് കമ്പനി. അപ്പൊ എനിക്കിപ്പോ എന്തുണ്ട്? കമ്പനിയിൽ കൺട്രോൾ ഉണ്ട് അല്ലെ? അപ്പൊ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ പ്രകാരം നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷനും ഇത് തന്നെയാണ്. ദർ ഈസ് നോ കൺട്രോൾ ടു കൺട്രോൾ. നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ മക്കളെ? നോ കൺട്രോൾ ടു കൺട്രോൾ ആണ് നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷൻ. ഇസ് ക്ലിയർ എവരിവൺ? അപ്പൊ നോ കൺട്രോൾ ടു കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചറിൽ മാറ്റം വന്നു അല്ലെ? ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിൽ മാറ്റം വന്നു. പ്രീവിയസ്ലി വി ആർ ഹാവിങ് നോ കൺട്രോൾ. അപ്പൊ ഇത് നമ്മൾ എന്തായിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ അക്കൗണ്ട് ഇറ്റ്സ് ലൈക്ക് ആൻ അസോസിയേറ്റ്. അസോസിയേറ്റിൽ നിന്ന് മാറി ഇപ്പൊ അതെന്തായി? അസോസിയേറ്റിൽ നിന്ന് മാറി ഇപ്പൊ അതെന്തായി? യെസ്, നൗ ഇറ്റ് ബിക്കം എ സബ്സിഡറി. ഇപ്പൊ അതെന്താണ്? അസോസിയേറ്റിൽ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് അതെന്തായി മാറുവാണ്? അക്വയറിംഗ് കൺട്രോൾ, നൗ ഇറ്റ് ബിക്കം എ സബ്സിഡറി. സോ ഇതിനെ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യേണ്ടി വരും? ഹൗ വിൽ യു അക്കൗണ്ട് ഇറ്റ്? നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ അക്കൗണ്ട് ചെയ്യുന്നത്? ഹൗ വി ആർ ഗോയിങ് ടു അക്കൗണ്ട് ഇറ്റ്? അപ്പൊ കൺട്രോൾ കിട്ടി. അപ്പൊ നമുക്ക് അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി വി ഹാവ് ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ അല്ലെ? അപ്പൊ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ ആണ്. കൺട്രോൾ, നോ കൺട്രോൾ ടു കൺട്രോൾ ആണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ. അപ്പോൾ എങ്ങനെ നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യും? നോർമലി നമ്മൾ എങ്ങനെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഇൻ എ നോർമൽ സിനാരിയോ? യെസ്, പർച്ചേസ് കൺസിഡറേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ആസ് ഓൺ അക്വസിഷൻ ഡേറ്റ്, ആ സബ്സിഡറി ആവുന്ന ദിവസം പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എത്രന്റെ മാത്രമായിരിക്കും? ഒബ്വിയസ്ലി ആ ആഡ് ചെയ്ത 50% ആയിരിക്കും നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഇപ്പൊ കൊടുക്കുന്നുണ്ടാവുക അല്ലെ? ഓൺ ദ ഡേറ്റ് വെൻ ബിക്കം എ സബ്സിഡറി നമ്മൾ അഡീഷണലി ആഡ് ചെയ്ത 50% ആയിരിക്കും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവുക? കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ അത് മാത്രം എടുത്താൽ മതിയോ? നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ല. ഇൻ ടോട്ടൽ വി ആർ ഹോൾഡിംഗ് ഹൗ മച്ച്? വി ആർ ഹോൾഡിംഗ് 75%. അപ്പൊ 50-ക്കാണ് നമ്മൾ ഇപ്പൊ പൈസ കൊടുത്തെങ്കിലും ഓൾറെഡി നമ്മൾ കയ്യിൽ ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർസ് ഉണ്ട്. നമ്മളിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർസ് അത് നമ്മൾ പണ്ട് വാങ്ങിച്ചതായിരിക്കും. ഓക്കെ, അതിന്റെ എന്ത് നോക്കാം? ഫെയർ വാല്യൂ കണ്ടുപിടിക്കുക. ആ എക്സിസ്റ്റിംഗ് ഷെയർസിന്റെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ആ കോസ്റ്റ് അല്ല നമ്മൾ അതിനെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു അസോസിയേറ്റിനെ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല. അസോസിയേറ്റിന്റെ ബുക്സിലുള്ള വാല്യൂ കാണും, ആ വാല്യൂലല്ല നമ്മളിവിടെ കാണിക്കരുത്. ആ 25% ഷെയർസിനെ എന്ത് കണ്ടുപിടിക്കുക? ആ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ ആണോ? അപ്പൊ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഓഫ് ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ നോ കൺട്രോൾ ടു കൺട്രോൾ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഗുഡ് വിൽ. നമ്മളോട് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ എങ്ങനെ ആ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ഇസ് ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ? നൗ
ഇത് കൂടാതെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ ദ ഫെയർ വാല്യൂ ഓഫ് NCA. NCAന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഹൗ മച്ച് വാസ് NCA? NCA is holding another 25%. അപ്പൊ അതിന്റെ ഫെയർ വാല്യൂ എത്ര നോക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ കൺസിഡറേഷൻ കിട്ടി അല്ലേ? വി ഗോട്ട് ദ ടോട്ടൽ കൺസിഡറേഷൻ. 100% കൺസിഡറേഷന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ വി ഗോട്ട് ഇറ്റ്. ഓക്കെ ആണോ മക്കളെ? ഓക്കെ. നൗ ഇതിൽ നമ്മൾ എന്ത് കുറയ്ക്കും? നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് എക്വിറ്റി. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ സബ്സിഡറിന്റെ നെറ്റ് അസറ്റ്സ് നമ്മൾ ഇതിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ച അതേ വർക്കിംഗ് നോട്ടൊക്കെ വെച്ചിട്ട് സബ്സിഡറിന്റെ നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കുന്നു. ആൻഡ് വി ആർ ഡിഡക്ടിങ് ഇറ്റ് ഫ്രം. സോ ടോട്ടൽ കൺസിഡറേഷൻ സ്റ്റെപ്പ് അക്വിസിഷൻ ഡേറ്റ് അല്ലേ ഫെയർ വാല്യൂ നെറ്റ് അസറ്റ്സിന്റെ? സ്റ്റെപ്പ് അക്വിസിഷൻ ഡേറ്റ്. So finally you will get the goodwill. അപ്പൊ ഇന്നലത്തെ പോലെ ബേസിക് ഗ്രൂപ്പ്സ് അല്ലാതെ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ വരുവാണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഗുഡ്വിൽ കാൽക്കുലേഷൻ തന്നെയാണ്. പക്ഷെ അതെന്തായിരിക്കും? നോ കൺട്രോൾ ടു കൺട്രോൾ ആണ്. ഇപ്പൊ നോ കൺട്രോൾ ടു കൺട്രോൾ വരുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രീവിയസ്ലി നമ്മൾ ഇതിനെ എന്തായിട്ട് അക്കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നേ? അക്കൗണ്ട് ഇറ്റ് ആസ് 25% ഷെയർ അല്ലായിരുന്നു ഉള്ളത്. അതിന് നമ്മൾ ബുക്സിൽ അപ്പൊ എന്തായിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നുണ്ടാവുക? ഒരു അസോസിയേറ്റ് ആയിട്ടായിരിക്കും അക്കൗണ്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അപ്പൊ അസോസിയേറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന എന്തായിരിക്കും? അസോസിയേറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡ് എന്താ മക്കളെ? ഒരു അസോസിയേറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാ? ഇക്വിറ്റി മെത്തേഡ്. യെസ്. അപ്പൊ ഇക്വിറ്റി മെത്തേഡ് പ്രകാരം ഉള്ളൊരു ക്യാരിങ് വാല്യൂ വേണം. അതാണോ നമ്മൾ ഇവിടെ എടുക്കണ്ടേ? അല്ല. ആ ക്യാരിങ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? That carrying value need to get remeasured to the fair value. ആ ഫെയർ വാല്യൂലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീമെഷർ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അപ്പൊ ഇനിഷ്യലി നമ്മൾ 25% ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? How will you account it? We will account it as an associate. Using equity method ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. Then അതിന്റെ അപ്പുറത്ത് നമ്മൾ അതിന്റെ കൂടെ എന്താ ആഡ് ചെയ്യും? We'll add the fair value of NCA. Okay. Then we got the total consideration. Right? അപ്പൊ ആ കൺസിഡറേഷൻ നമ്മൾ എന്ത് കുറയ്ക്കും? Will deduct net assets. ക്ലിയർ ആണോ എല്ലാവർക്കും? സോ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞ അസോസിയേറ്റ് നമ്മൾ ഇക്വിറ്റി മെത്തേഡിലാണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ക്യാരിങ് വാല്യൂ ആണ്. ആ ക്യാരിങ് വാല്യൂ ഫെയർ വാല്യൂക്ക് നമ്മൾ റീമെഷർ ചെയ്യും. സോ ആ റീമെഷർ ചെയ്യുന്ന സമയത്ത് എന്ത് വരാം? റീമെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ ഗെയിൻ വരാം. സോ where will you show this gain? ആ റീമെഷർ ചെയ്യുമ്പോൾ വരുന്ന ഗെയിൻ നമ്മൾ ഇവിടെ കാണിക്കും മക്കളെ. The gain on remeasurement. Carrying value fair value remeasure ചെയ്യുന്ന സമയത്ത് വരുന്ന gain will be shown in P&L. നമ്മൾ P&L കാണിക്കുന്നത് കേട്ടോ. ആ ഒരു ഗെയിൻ, കാരണം അത് റിയലൈസ്ഡ് ഗെയിൻ ആണ്. ആ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയലൈസ്ഡ് ഗെയിൻ ആണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മൂവ്മെന്റ് ഹാപ്പൻ വിത്തിൻ ദ ഇക്വിറ്റി. വിത്തിൻ ദ ഇക്വിറ്റി നടക്കുന്ന ഒരു മൂവ്മെന്റ് അല്ല. അതെന്താ? കംപ്ലീറ്റ്ലി ഒരു ഓവർ ദ ബ്രിഡ്ജ് ട്രാൻസാക്ഷൻ. ഓവർ ദ ബ്രിഡ്ജ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് പോയി. നമ്മൾ ബ്രിഡ്ജിന്റെ ഒരു സൈഡിൽ നിന്ന് വി മൂവ് ടു ദ നെക്സ്റ്റ് സൈഡ് അല്ലെ? അപ്പൊ ഓവർ ദ ബ്രിഡ്ജ് ട്രാൻസാക്ഷൻ എന്ന് പറയും എന്താ ട്രാൻസാക്ഷൻ? ബിക്കോസ് കൺട്രോൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കൺട്രോൾ ഉള്ള സിറ്റുവേഷനിലേക്ക് പോവാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ആ വാല്യൂ റിയലൈസ് ചെയ്തു എന്ന് വെച്ചാൽ അസോസിയേറ്റിനെ ഡിസ്പോസ് ചെയ്തിട്ട് വി ആർ അക്വയറിംഗ് ഇറ്റ് ആസ് എ സബ്സിഡറി നൗ. സോ അതുകൊണ്ടാണ് ഇത് റിയലൈസ് ചെയ്തു നമ്മൾ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. അല്ല ജസ്റ്റ് ഓണർഷിപ്പ് മാത്രമല്ല കൂടിയത്,
കംപ്ലീറ്റ്ലി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാറിയല്ലോ. അപ്പൊ അസോസിയേറ്റിനെ നമ്മൾ ഡിസ്പോസ് ചെയ്തിട്ട് ഒരു സബ്സിഡിനെ നമ്മൾ അക്വയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലോട്ട് പോകും. ഇസ് ക്ലിയർ? അതുകൊണ്ടാണ് റിയലൈസ്ഡ് ആയി എന്ന് പറയുന്നത്. ഗെയിൻ നമുക്ക് അതുകൊണ്ടാണ് P&L കാണിക്കാൻ പറ്റുന്നത്. ഇസ് ക്ലിയർ എവരിവൺ? ഓക്കെ, അപ്പൊ ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. സോ നൗ ദിസ് ഈസ് അബൌട്ട് സ്റ്റെപ്പ് അക്വസിഷൻ, ചേഞ്ചിങ് ഗ്രൂപ്പ് സ്ട്രക്ചർ, നോ കൺട്രോൾ ടു കൺട്രോൾ. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താണ് മക്കളെ? അടുത്ത സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൺട്രോൾ ടു കൺട്രോൾ. കൺട്രോൾ ടു കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് നമുക്കൊരു 75% ഷെയർ ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ആഡ് ചെയ്തു. എത്ര? ഒരു 10% ആഡ് ചെയ്തു വെച്ചോ. We again added 10%. So how much is with us? We have got 85%. മൊത്തം നമുക്ക് എത്ര കിട്ടി? 85% കിട്ടി. അപ്പൊ ഇവിടെ നമ്മുടെ എന്ത് മാത്രമാണ് വന്നത്? ലിറ്ററലി വി നോ ദാറ്റ് ഇറ്റ്സ് ആൻ ഇൻക്രീസ് ഇൻ ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ വന്നൊരു ഇൻക്രീസ് ആണ് അല്ലെ? ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇൻക്രീസ് ഇൻ ഓണർഷിപ്പ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് സബ്സിഡറി നമ്മൾ ഗുഡ് വില്ല് റീമെഷർ ചെയ്യോ അങ്ങനെ ഒരു സാധനവും വേണ്ട. കാരണം ജസ്റ്റ് 25% ഹോൾഡ് ചെയ്തതിന് now we have acquired additional 10%. Is it clear everyone? Okay. അപ്പൊ അവിടെ നമ്മൾ അഡീഷണൽ 10% അക്വയർ ചെയ്യുമ്പോൾ ആരുടെ സൈഡിൽ നിന്നായിരിക്കും ഇത് പോകുന്നത്? വി നോ ദാറ്റ് നമ്മൾ 25% അക്വയർ ചെയ്ത സമയത്ത് 25% ഉണ്ടായിരുന്നു NCA. ബട്ട് വൺസ് വി അക്വയർ അഡീഷണൽ 10%, അത് ആരുടെ നിന്നായിരിക്കും ലിറ്ററലി നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ടാവുക? NCAയുടെ സൈഡിൽ നിന്നായിരിക്കും അത് കുറയുന്നത്. അപ്പൊ NCA is now only left with how much? 15%. ഓക്കെ, അപ്പൊ NCA കുറഞ്ഞു. അപ്പൊ NCA കുറയുമ്പോ എന്താ എൻട്രി? NCA എന്ന് പറഞ്ഞത് ഇക്വിറ്റിയുടെ സൈഡാ അല്ലെ? NCA ഇക്വിറ്റിയിൽ കാണിക്കുന്ന ഐറ്റം ആണല്ലോ. അപ്പൊ ഇക്വിറ്റി സൈഡിലുള്ള ഐറ്റം കുറയുമ്പോൾ that decrease in NCA by 10%, we will debit it. Then ഇത് നമ്മൾ വാങ്ങുമല്ലേ ചെയ്തേ? We purchased NCA. So നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി കാണും? ക്യാഷ് പോയി കാണും. Then gain വരുവാണെങ്കിൽ നമ്മൾ എവിടെയോട്ട് കാണിക്കും? Here ആ ഗെയിൻ നമ്മൾ എവിടെ ആയിരിക്കും കാണിക്കുന്നത്? We show it as a part of OCE, other components of equity-യിലായിരിക്കും ഗെയിൻ കാണിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് പറയാമോ? Can you tell me what's the reason for it? എൻട്രി ഇങ്ങനെ വരാനുള്ള റീസൺ എന്താ മക്കളെ? ബിക്കോസ് ഇവിടെ റിയലൈസ്ഡ് ആയിട്ടില്ല, ഈ ഗെയിൻ ഓർ ലോസ് റിയലൈസ് ആയിട്ടില്ല. കാരണം ഇക്വിറ്റിയിലുള്ള ഐറ്റമാണ്. നമ്മൾ ഇന്നലെ നിങ്ങളുടെ ആ ഒരു ഫോർമാറ്റ് നോക്കിയാൽ മനസ്സിലാവും. കൺസൾട്ടേറ്റ് എഫേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ചായിരുന്നു. ആ ഫോർമാറ്റ് നോക്കിയാൽ മനസ്സിലാവും ഇത് രണ്ടും ഇക്വിറ്റിയുടെ സൈഡാണ്. ഓക്കെ, അപ്പൊ ലിറ്ററലി എന്താ സംഭവിച്ചേ? നമ്മുടെ ഇക്വിറ്റിയിലുള്ള NCAയുടെ കുറച്ച് ഭാഗം വീണ്ടും ഗ്രൂപ്പിലോട്ട് പോയി. ഇക്വിറ്റിയിലുള്ള ആ കുറച്ച് ഭാഗം എങ്ങോട്ട് പോയി? ഗ്രൂപ്പിലോട്ട് പോയി. അത്രയല്ലേ ഉള്ളൂ. ബിക്കോസ് NCAയും ഇക്വിറ്റിയുടെ ഭാഗമാണ്. NCA ഓൾസോ കംസ് as a part of your equity, റൈറ്റ്? അവിടുന്ന് കുറച്ച് ഭാഗം ഗ്രൂപ്പിലോട്ട് പോകുന്നു. അപ്പൊ ഇക്വിറ്റിയിൽ തന്നെ നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണിത്. അപ്പൊ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ലിറ്ററലി എ മൂവ്മെന്റ് ഹാപ്പൻ വിത്തിൻ ദ ഇക്വിറ്റി. അതുകൊണ്ടാണ് ഗെയിൻ വരുന്നത് നമ്മൾ ഇവിടെ കാണിക്കുന്നത് OCയിൽ തന്നെ കാണിക്കുന്നത്. Is it clear everyone? അപ്പോ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ രണ്ട് സിറ്റുവേഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? സ്റ്റെപ്പ് അക്വസിഷന്റെ രണ്ട് സിറ്റുവേഷൻ. ഇപ്പൊ നോ കൺട്രോൾ ടു കൺട്രോൾ കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. കൺട്രോൾ ടു കൺട്രോൾ വരുമ്പോൾ ഓണർഷിപ്പ് കൂടുവാണ്, ഗുഡ് വിൽ നമ്മൾ റീമെഷർ ചെയ്യണ്ട. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ അല്ലേ? സ്റ്റെപ്പ് അക്വസിഷന്റെ രണ്ട് സിറ്റുവേഷൻ മനസ്സിലായല്ലോ. സ്റ്റെപ്പ് അക്വസിഷൻ കഴിഞ്ഞാൽ അടുത്ത സനാരി എന്താ? We need to discuss about step disposal. നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് ഡിസ്പോസൽ ആണ്. എന്താ സ്റ്റെപ്പ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ലെറ്റ്സ് സേ ഈ 85% നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു 30% സെല് ചെയ്തു. I sold 30%. So how much is remaining now? How much is remaining, guys?
So we are only remaining with 55. But step disposal, before disposal, we are having control. But even after disposing 30%, നമ്മുടെ 55%. So we have retained the control even after disposal. Disposal ശേഷം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? Control ഉണ്ട്. So still we'll account for it as subsidiary itself. അല്ലേ? So ഇവിടെ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കണം? ഇവിടെ NCAക്ക് എന്താ സംഭവിച്ചേ? ഇപ്പൊ പേരന്റിന് 85% ഉള്ളപ്പം NCAക്ക് എത്ര ഉണ്ടായിരിക്കും? 15%. Then subsequently, when we have sold it, NCA part will increase. Non-controlling interest will increase to 45%. Okay. അപ്പൊ ഇവിടെ NCയുടെ വാല്യൂ കുറയുവാണോ കൂടുവാണോ? NCയുടെ വാല്യൂ കൂടുവാണ്. So credit will go to NCA. What about debit? നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. Then what about any gain or loss? P&L അല്ല, ഇവിടെ OCEയിലോട്ടാണ് പോകുന്നത്. ബിക്കോസ് അഗെയിൻ ഇസ് കൺട്രോൾ ടു കൺട്രോൾ. നമ്മൾ ഇവിടെ കണ്ട പോലെ തന്നെ ഒരു കൺട്രോൾ ടു കൺട്രോൾ ആണ് ഇവിടെ നടക്കുന്നത്. So that gain will be shown or will be shown in the OCE because it's not a realized gain. റിയലൈസ് ആയില്ല ശരിക്കും. ഇല്ലടാ, അതെന്ന് വെച്ചാൽ ഓണർഷിപ്പ് കൂടിയതല്ലേ ഉള്ളൂ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. കാരണം ഇറ്റ്സ് ജസ്റ്റ് മൂവ്മെന്റ് ഹാപ്പൻസ് വിത്തിൻ ദ ഇക്വിറ്റി. NCയിൽ നിന്ന് കുറച്ച് സാധനം ഗ്രൂപ്പിലോട്ട് പോകുന്നു. അപ്പൊ ഇക്വിറ്റിയിൽ തന്നെ നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണത്. മനസ്സിലായോ? പുറത്തുനിന്ന് വരുന്ന വാല്യൂ അല്ലല്ലോ. അപ്പൊ അത് നോട്ട് ചെയ്തോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ ചാറ്റിലാണെങ്കിലും ചോദിക്കുക. ചാറ്റിൽ ചോദിക്കുന്നതൊക്കെ റിപ്ലൈ അവിടെ കൊടുക്കുന്നുണ്ട്. ക്ലിയർ എവരിവൺ? അപ്പൊ കൺട്രോൾ ടു കൺട്രോൾ സെയിലാണ് നമ്മൾ നടന്നത്. അപ്പൊ ഈവൻ ആഫ്റ്റർ ദ ഡിസ്പോസൽ എന്ത് വരുന്നില്ല? നമ്മുടെ കമ്പനിക്ക് ഒരു കൺട്രോളിൽ കുറവ് വരുന്നില്ല. സോ ഹിയർ ഇറ്റ്സ് ജസ്റ്റ് എ കേസ് വേർ വി ഹാവ് റിസീവ് ക്യാഷ്. ദെൻ ക്രെഡിറ്റ് എന്തിലോട്ട് പോകും? NCA will increase. Okay. Then gain or loss എവിടെ പോകും? Debit or credit? Gain or loss will go to other components of equity. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഈ 3 സിറ്റുവേഷൻ മനസ്സിലായോ? സ്റ്റെപ്പ് അക്വസിഷൻ 2 സിറ്റുവേഷനും സ്റ്റെപ്പ് ഡിസ്പോസൽ ആദ്യത്തെ സിറ്റുവേഷൻ ക്ലിയർ ആണോ? So just note it down. Done. ഇനിയും സ്റ്റെപ്പ് ഡിസ്പോസൽ തന്നെ കൺട്രോൾ പോവാണെങ്കിലോ? സ്റ്റെപ്പ് ഡിസ്പോസൽ തന്നെ നമ്മുടെ കൺട്രോൾ പോവാന്ന സിറ്റുവേഷനിലോ? സ്റ്റെപ്പ് ഡിസ്പോസൽ തന്നെ നമ്മുടെ കൺട്രോൾ പോയി. That is, we are having 55%. അതിൽ നമ്മൾ 30% സെല് ചെയ്തു. So now we are only left with 25%. ഈ സിറ്റുവേഷനിലോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? We have to calculate the gain or loss on disposal. സബ്സിഡിന്റെ ഗെയിൻ ഓർ ലോസ് കണ്ടുപിടിക്കണം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണേ? ഫസ്റ്റ് സെയിൽ പ്രൊസീഡ്സ് എടുക്കാം. ഇവർ എത്ര ആണ് സെല് ചെയ്തേ? 30%. റിമൈനിങ് എത്ര ഉണ്ട്? റിമൈനിങ് ഷെയർസ് എത്ര ഉണ്ട്? 25 ഉണ്ട്. ഇപ്പൊ ഇതിന്റെ എല്ലാം ഫെയർ വാല്യൂ നോക്കുക. ലേറ്റസ്റ്റ് ഫെയർ വാല്യൂ നോക്കുക. ഓക്കെ.
അപ്പം മൊത്തം നമ്മൾ 55% സബ്സിഡറിനെ ഡീറെക്കഗ്നൈസ് ചെയ്യാൻ പോവാണ്. വി ഹാവ് ടു ഡീറെക്കഗ്നൈസ് ദ ഹോൾ സബ്സിഡറി. സെയിൽസ് പ്രൊസീഡ്സ് 30%, റിമൈനിങ് 25 ഉള്ളൂ. ബട്ട് നൗ ഇറ്റ്സ് നോ മോർ എ സബ്സിഡറി. അപ്പൊ സബ്സിഡറിനെ ഞാൻ ഡീറെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ സബ്സിഡിയുടെ മൊത്തം ഷെയർ എത്ര ഉണ്ടായിരുന്നു? 55% ഷെയർ ഉണ്ടായിരുന്നു. അപ്പൊ 55% കിട്ടേണ്ട ഫെയർ വാല്യൂ എന്താന്ന് ഞാൻ നോക്കും. അതിൽ 30% ഞാൻ വിറ്റു, സെയിൽ പ്രൊസീഡ്സ്, അതാണ് അതിന്റെ ഫെയർ വാല്യൂ. ബാക്കി 25% റിമൈനിങ് ഷെയർസ് ഉണ്ട്, അതിന്റെ ഫെയർ വാല്യൂ എത്രയാണെന്ന് ക്വസ്റ്റിനകത്ത് നോക്കുക. ഓക്കെ, നൗ ഈ ടോട്ടൽ സബ്സിഡിന്റെ വാല്യൂവിനെ നമ്മുടെ സബ്സിഡിന്റെ നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ദ ടോട്ടൽ കൺസിഡറേഷൻ വി ആർ സപ്പോസ് ടു റിസീവ് ഫോർ 55% എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ആ 55%ന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. 50% ഓഫ് സബ്സിഡറി, 55% ഓഫ് സബ്സിഡി ഫെയർ വാല്യൂ അറ്റ് ഡിസ്പോസൽ. അപ്പൊ അതുമായിട്ട് വേണമെങ്കിൽ കമ്പാരിസൺ വരാം. സോ ഹൗ യു ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ഇറ്റ്? ആ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും മക്കളെ? ആദ്യം നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡി എടുക്കുക, ഡിസ്പോസൽ, പ്ലസ് ഗുഡ് വിൽ എടുക്കുക, ഗുഡ് വിൽ അറ്റ് ഡിസ്പോസൽ എടുക്കുക. സോ ദെൻ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ 100% വാല്യൂ കിട്ടി. ഇതില് NCA പോർഷൻ എടുക്കുക, ലെസ് NCA അറ്റ് ഡിസ്പോസൽ. കാരണം NCA ആണ് ബാക്കി ഹോൾഡ് ചെയ്യുന്നത്. NCA ഡിസ്പോസൽ എടുക്കണം. ഓക്കെ, അപ്പൊ നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് ഡിസ്പോസൽ പ്ലസ് ഗുഡ് വിൽ അറ്റ് ഡിസ്പോസൽ, ഇത് രണ്ടോടെ ചേരുമ്പോൾ എത്രയായി? ഇത് രണ്ടോടെ തന്നെ എത്രയായി? 100% ആയി. ഇതിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? ഇത് നമ്മൾ എന്ത് കുറയ്ക്കണം മക്കളെ? വി ഹാവ് ടു ഡിഡക്ട് NCA പോർഷൻ. ആ NCA പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. ഓക്കെ, സോ ദെൻ യു വിൽ ഗെറ്റ് ദ ക്ലോസിംഗ് വാല്യൂ. അപ്പോ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ ഡിഡക്ട് ചെയ്യും. ഓക്കെ, അപ്പോ നമ്മുടെ ടോട്ടൽ കൺസിഡറേഷൻ നമുക്ക് കിട്ടാനുള്ളതും അതുപോലെ ഇത് മൂന്നോടെ നെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടും, which is 55% of subsidies fair value at disposal. So difference amount നോക്കുക. ആ ഡിഫറൻസ് amount ഒന്നെങ്കിൽ എന്തായിരിക്കും? It will be either a gain or loss on disposal. The gain or loss on disposal. Okay ആണോ? Is it clear everyone? ഗെയിൻ ഓർ ലോസ് ഓഫ് സബ്സിഡി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മൊത്തം നമ്മുടെ 55% ഷെയർ ഉണ്ടായിരുന്നു, 30% നമ്മൾ വിറ്റു. പക്ഷെ 30% വാല്യൂ പ്ലസ് റിമൈനിങ് 25%, അതിപ്പോ ഇനി ഇല്ല, സബ്സിഡി എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പൊ മൊത്തം സബ്സിഡി നമുക്ക് ഡീറെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ റിമൈനിങ് 25% ഫെയർ വാല്യൂ എടുത്തു, അതിന്റെ ടോട്ടൽ എടുക്കുന്നു. നൗ ഡിഡക്ട് ദിസ് നെറ്റ് അസറ്റ്സ്. സാർ NCA പിന്നെ കാണിക്കില്ലല്ലോ FSC-ല്? ഇല്ല ഇല്ല ഇല്ല, ആ പർട്ടിക്കുലർ സബ്സിഡിനെ NCA പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് സബ്സിഡി എന്ന് പറഞ്ഞ സാധനം പോയി, ഗ്രൂപ്പിൽ നിന്ന് പോയി. അപ്പൊ അതുകൊണ്ടാണ് 30% നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിലും ആ ടോട്ടൽ 55% നമ്മൾ ഡീറെക്കഗ്നൈസ് ചെയ്ത് കളയുന്നതാണ് ഇവിടെ. അപ്പൊ 55% വാല്യൂ ആയിട്ട് വേണം നമ്മൾ കമ്പയർ ചെയ്യാൻ. സോ ദാറ്റ് ഡിഫറൻസ് amount is gain or loss on disposal on groups. ഓക്കെ ആണത്? അപ്പൊ ബേസിക്കലി ഫോർമാറ്റ് ആണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഫോർമാറ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, so we'll do the questions.
So read this question. The question വായിച്ച മക്കളെ. Can you see the question now? അപ്പൊ ഇവിടെ ഗുഡ്വില്ലിന്റെ എമൗണ്ട് ഉണ്ട്. ഗുഡ്വില്ലിന്റെ എമൗണ്ട് അവിടെ ഉണ്ട്. നമ്മൾ ക്യാഷ് പേ ചെയ്തത് കണ്ടുപിടിച്ചാൽ മതി. ഗുഡ്വില്ലിന്റെ എമൗണ്ട് ഉണ്ട്. We just need to pay the calculate the cash paid. പത്ത് മാർക്കാണ്. So just go through it. സനാരി ഒന്ന് വായിച്ചേ. Exhibit number 1. Have you gone through it? അപ്പൊ ഇവിടെ അവര് ക്യാഷും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഷെയർ ഫോർ ഷെയറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഡിവിഡൻഡിന്റെ ഗുഡ്വില്ലിന്റെ വാല്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 22,259 എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ആ ക്യാഷ് എത്രയാണ് പേ ചെയ്തതെന്ന് അറിഞ്ഞാൽ മതി. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഇറ്റ്? ആ ക്വസ്റ്റ്യൻ വായിച്ചായിരുന്നോ? Have you gone through it? അപ്പൊ ഇവിടെ രണ്ട് കൺസിഡറേഷൻ ഉണ്ട്. ക്യാഷും 1/4 shares എന്ന് പറയുന്ന ഒരു ഷെയർ കൺസിഡറേഷനുമാണ് അവർ കൊടുക്കുന്നത്. This acquisition was happened long years ago at a cost of 10 million. 40% stake 10 million ആണ് അവർ വാങ്ങിച്ചത്. So it's like a step acquisition. ഇതെന്താണ് അപ്പോ? സ്റ്റെപ്പ് acquisition ആണ്. അപ്പൊ സ്റ്റെപ്പ് acquisition ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഉടനെ നമ്മുടെ ഫോർമാറ്റ് എഴുതാം. എന്തായിരുന്നു ഫോർമാറ്റ്? ഫെയർ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസ്, പിന്നെ അതിനെ നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യുന്നു? അഡീഷണൽ കൺസിഡറേഷൻ നമ്മൾ എത്രയാണ് കൊടുത്തത്? That is in the form of cash and share exchange. Then fair value of NCA കൂടെ എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരും അല്ലെ? ഇതിൽ നമ്മൾ എന്ത് കുറയ്ക്കണം? ലെസ് fair value of net assets at acquisition. ഓക്കെ ആണോ മക്കളെ? Can you reply in the chat? Yes, sir. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഇതിന്റെ വാല്യൂ ആണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്യാഷിന്റെ വാല്യൂ ഇവിടെ കിടക്കട്ടെ. ഗുഡ്വിൽ എത്രയാണെന്ന് നമുക്കറിയാം. ഗുഡ്വിൽ എത്ര വന്നേ? 22 റൗണ്ട് ഓഫ് ചെയ്യുവാണെങ്കിൽ 1000 റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ 2259 എന്ന് പറഞ്ഞ ഫിഗർ വരും. റൈറ്റ്? സോ ബാക്കിയുള്ള വാല്യൂസ് ഒന്ന് ഫില്ല് ചെയ്തേ. ഷെയർ എക്സ്ചേഞ്ച് എങ്ങനെ കൊടുക്കുന്നത്? 1 for every 2 shares എന്നാ പറയുന്നത്. ഒരു 40% ഷെയർ അക്വയർ ചെയ്തു ഫോർ 10 million. The current year the company is planning to acquire additional 3 million shares. ആ 3 million shares എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് മക്കളെ? 3 million shares എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 30%. അപ്പൊ 3 million is 30%. അപ്പോ ആ 30% ഷെയർസിന്, ആ 3 million ഷെയർസിന് അവർ കൊടുക്കുന്നത് 1 for every 2 ഷെയർ ആണ്. അപ്പൊ ഷെയർസിന്റെ വാല്യൂ എത്ര നോക്കിയേ? How much is the share price? 3.8 million. $6. ഒരു ഷെയറിന്റെ വാല്യൂ $6 ആണ് അല്ലെ? അപ്പൊ 3 million ഷെയർസിൽ 3 million എന്ന് പറഞ്ഞാൽ 3000. 3 million ഷെയർസ് നമ്മൾ വാങ്ങുന്നതിൽ ഓരോ 1 for every 2 ഷെയർസിനും അവർ ഷെയർ കൊടുത്തു എന്നാ പറയുന്നത്. 1 for every 2 ഷെയർ എന്നുള്ള രീതിയിൽ.
അപ്പൊ അതിന്റെ വാല്യൂഷൻ എത്ര വരും? 9,000 വരും. 1 for every 2 shares എന്ന് പറഞ്ഞാൽ 1,500 ഷെയർ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഷെയറിന് 6 രൂപ വെച്ചിട്ട്. അപ്പൊ എത്ര വാല്യൂ വന്നേ ഷെയർ എക്സ്ചേഞ്ചിന്റെ? 9 million അല്ലെങ്കിൽ 9,000. Now fair value of NCA. NCA fair value എങ്ങനെ കണ്ടുപിടിക്കുന്നേ? The share price is used to value NCA. അപ്പൊ NCA വാല്യൂ ഷെയർ പ്രൈസ് വെച്ച് കണ്ടുപിടിക്കാനാ പറയുന്നത്. So we are acquiring, already we acquired 40, now we are acquiring 30. So what is NCA? NCA എത്ര ശതമാനമാ? 30%. അപ്പൊ 30% എന്ന് പറയുമ്പോൾ 3 million shares. ആ 3 million ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എത്ര നോക്കി? The share price of floor at 1st July 2007 എത്രയാണ്? 3.8. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എക്വേഷൻ ഡേറ്റിലെ എൻസിയുടെ വാല്യൂ നമുക്ക് കിട്ടി. How much it is? 3,000 into 3.8. അപ്പൊ ആ വാല്യൂ കിട്ടിയല്ലോ എല്ലാവർക്കും. Now next one എന്താ? Fair value of net assets. എന്താണ് Fair നോക്കിയേ? value existing share ആണ്. Fair value of Existing shares. So fair value of existing share, net assets വാല്യൂ കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ ഒന്ന് നോക്കിയേ. നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ എത്രയാണ്? The carrying amount of net assets are equal to the fair value excess for a land which is 600 above the carrying amount. അപ്പൊ നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 35,741 ബുക്ക് വാല്യൂ. അത് കൂടാതെ ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് കൂടെ വരും. എത്രയാണ്? 600. ഇപ്പൊ 35,741 plus 600. ഇപ്പൊ എത്രയാണ്? 36,341 വന്നു. Okay ആണോ? So how much is the then fair value of existing shares? How much is fair value of existing shares? 40% ഷെയറിന്റെ വാല്യൂ എത്ര? 40% ഷെയർസ് എന്ന് പറയുമ്പോൾ 4 million ഷെയർ ആണ്. അപ്പൊ 4 million ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്ര ആയിരിക്കും? 3.8 അല്ലെ? 3.8 എന്നുവെച്ചാൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന 4 million ഷെയർസിന്റെ സബ്സിഡിന്റെ 4 million ഷെയർസ് ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഓരോ ഷെയറിന്റെ വാല്യൂ എത്രയാണ്? 3.8 ആണ്. Are you getting it? ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പൊ ഇത്രയും വാല്യൂസ് കിട്ടി. നമുക്കിനി എന്താ? ക്യാഷ് കൂടെ കണ്ടുപിടിച്ചാൽ മതി. ക്യാഷ് ഒരു ബാലൻസ് ഫിഗർ ആയിരിക്കും, കാരണം ഡിവിഡൻഡ് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. സോ ഹൗ മച്ച് ഇറ്റ് ഈസ് ദ ക്യാഷ് പെയ്ഡ്? പറയാം, ഒന്ന് കണ്ടുപിടിച്ചേ. എത്രയാണ് നമ്മൾ ക്യാഷ് പേ ചെയ്തത്? Sir, 15,200 on the body count. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്ത ഷെയർ 40% അല്ലടാ. 40% എന്ന് പറയുമ്പോൾ 4 million ഷെയർസ് ആണ് അല്ലെ? അപ്പൊ 4 million ഷെയർസിന്റെ ഇപ്പോഴത്തെ വാല്യൂ, സബ്സിഡിന്റെ ഒരു ഷെയറിന്റെ വാല്യൂ 3.8 ആണ്. അങ്ങനത്തെ 4,000 ഷെയർ ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. സോ ദ ഫെയർ വാല്യൂ ഓഫ് ഷെയർസ് വിച്ച് ഇസ് ഓൾറെഡി അക്വയർഡ് വിൽ ബി ഹൗ മച്ച്? 4,000 into 3.8. Okay, sir. ഓക്കെ ആണ് എല്ലാവർക്കും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് കണ്ടുപിടിച്ചേ. എത്ര ആയിരിക്കും നമ്മൾ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവുക? 2259 എന്ന് പറയുന്ന ഗുഡ് വിൽ കിട്ടാൻ ഹൗ മച്ച് വി ഹാവ് പെയ്ഡ് എക്സ്ട്രാ? 3,000 ആണോ? ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെല്ലാം കൂടെ സം ചെയ്തിട്ട് നെറ്റ് അസറ്റ്സിന്ന് കുറയ്ക്കുന്ന സമയത്ത് യെസ് 2259 ആണ് വരുന്നത്. യെസ്. അപ്പൊ നമ്മുടെ ക്യാഷ് കൺസിഡറേഷൻ ബാലൻസ് എമൗണ്ട് എത്ര? 3,000. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ പറയാം. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മളിപ്പോ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ സെനാരിയോ ആണ് അവർ ടെസ്റ്റ് ചെയ്തത്. ആക്ച്വലി ടെസ്റ്റഡ് ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ. അപ്പൊ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചറിൽ തന്നെ they focused on Sir, a fair value of net assets at acquisition അതിന്റെ കാൽക്കുലേഷൻ ഒന്ന് പറയൂ. 35,741 എന്ന് പറയുന്ന എമൗണ്ട് ഡയറക്ട്ലി തന്നിട്ടുണ്ടോ മോനെ? കണ്ടോ?
ക്വസ്റ്റിനകത്തിൽ ഒരു നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3574. 600. ആ Oh, okay. 600 കൂടെ ആഡ് ചെയ്യണം, കാരണം ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് മനസ്സിലായോ? ലാൻഡിന്റെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ആണ് 600. Okay, thank you. ക്ലിയർ ആണോ? Okay, so this is how the changing group structure questions can come. അപ്പൊ ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക. അപ്പൊ ചേഞ്ചിങ് ഗ്രൂപ്പ് സ്ട്രക്ചറിൽ ഗുഡ്വിൽ റീകാൽക്കുലേഷൻ ആണ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ആ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ അതിപ്പോ ഓൾറെഡി ഗുഡ്വിൽ വന്നിട്ട് എന്തെങ്കിലും മിസ്സിംഗ് ഫിയർ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പൊ എങ്ങനെ ചോദിച്ചാലും അത് ചെയ്യാനുള്ളൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ മക്കളെ? യെസ്. ഇനി നമ്മളൊരു ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യാൻ പറയുവാണെങ്കിൽ, സപ്പോസ് നമ്മൾ ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യാൻ പറയുവാണെങ്കിൽ, ഈ ക്യാഷ് ദാറ്റ് യു ഹാവ് പെയ്ഡ് ടു അക്വയർ സബ്സിഡറി അതെവിടെ വരും? സപ്പോസ് ഗ്രൂപ്പിന്റെ ഒരു ക്യാഷ് ഫ്ലോ, നമ്മൾ അതിലോട്ട് വന്നില്ല, ക്യാഷ് ഫ്ലോ നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ആണ് ഗ്രൂപ്പിന്റെ. സപ്പോസ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് എ ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോ, ആ ഗ്രൂപ്പ് ക്യാഷ് ഫ്ലോയിൽ ഈ പറയുന്ന 3000 എവിടെ വരും? Is it under operating, investing or financing? Yes, ഇൻവെസ്റ്റിംഗ് അല്ല. it will come under investing activity. കേട്ടോ, ഗ്രൂപ്പിന്റെ ക്യാഷ് ഫ്ലോസിൽ ഈ അക്വസിഷൻ ഓഫ് സബ്സിഡറി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലായിരിക്കും വരുന്നത്. കേട്ടോ, സബ്സിഡറിനെ അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്ത ആ പൈസ എവിടെ വരും? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലായിരിക്കും വരുന്നത്. Is it clear everyone? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പൊ ചേഞ്ചിങ് ഗ്രൂപ്പ് സ്ട്രക്ചറിന്റെ സനാരിയോ ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഗ്രൂപ്പ്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യുക. ഇപ്പം കപ്ലാന്റെ കിറ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഇഫ് യു ലുക്ക് ഇൻ ടു ദ ലേറ്റസ്റ്റ് കിറ്റ് അറൌണ്ട് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 10 ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്തു തന്നെ പോവാ കേട്ടോ. ഞാൻ എല്ലാത്തിന്റെ ഒരു മോഡൽ, ഇപ്പൊ ഷുഗർ കമ്പനി ഇപ്പൊ നമ്മൾ ചെയ്തു, ഐ തിങ്ക് വി ഹാവ് ഡൺ ബനാന, ദെൻ വിപ്ലോയിഡ് നമ്മൾ ചെയ്തു. സോ അങ്ങനെ മെയിൻ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആണോ? ആ ചേഞ്ചിങ് ഗ്രൂപ്പ് സ്ട്രക്ചറിന്റെ ഭാഗം ക്ലിയർ ആണോ? സാർ ഈ പാസ്റ്റ് എക്സാമിന്റെ ആ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ പോരെ? ഓൾമോസ്റ്റ് അത് മതിയിടാം. അത് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും സിറ്റിംഗ്സ് ഉള്ളതുകൊണ്ട് ഇപ്പം ബി പാർട്ട് നോക്കുമ്പോഴും എല്ലാം ഒരു കംപ്ലീറ്റ്ലി പാസ്റ്റ് എക്സാം അഡാപ്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ തന്നെ ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കിട്ടും. എത്തിക്സിന്റെ ആണെങ്കിൽ എല്ലാത്തിനും എന്ത് ചെയ്താൽ മതി? പാസ്റ്റ് പേപ്പേഴ്സ് ചെയ്താൽ മതി. അപ്പൊ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യനിൽ എന്നാ മോനെ? നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യനിൽ ഗെയിൻ ഓർ ലോസ് ഉണ്ടോ? ഇല്ല, ഈ ചെയ്ത ക്വസ്റ്റ്യനകത്തിൽ ഗെയിൻ കാണും. ഏതാണ്? മറ്റേ ഫെയർ വാല്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർസിൽ ഒരു ഗെയിൻ കാണും, പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, അതിന്റെ ക്യാരിങ് വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ക്യാരിങ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗെയിൻ കണ്ടുപിടിച്ചേനെ. അത് P&L റെക്കോർഡ് ചെയ്യേണ്ടി വരുമോ? അത് നമ്മൾ P&L റീറ്റെയിൻ ഏർണിങ്സ് കാണിക്കേണ്ടി വരും. So we can do another question. Past paper March June 2022 ഒരു ചേഞ്ചിങ് ഗ്രൂപ്പ് സ്ട്രക്ചർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. So here is the background. അതിന് introduction തന്നിട്ടുണ്ട്. So Luna is a parent company of a group that operates in a pharmaceutical industry and all entities in the group have the financial year end of 31st March. എല്ലാവരുടെ year end സെയിം ആണ്, റിപ്പോർട്ടിംഗ് ഡേറ്റ് സെയിം ആണ്. The current year is 31st March 2086. So the following exhibit available below provides the information relevant to the question. ഫസ്റ്റ് എക്സിബിറ്റിൽ എന്താണ്? ടോക്കിംഗ് അബൌട്ട് സെയിൽ ഓഫ് ഷെയർസ് ഇൻ സ്ട്രേറ്റ് ലൈൻ കമ്പനി. അപ്പൊ സ്ട്രേറ്റ് കമ്പനിയുടെ ഡിസ്പോസൽ ഓഫ് ഷെയർ ആണ്. അപ്പൊ സ്റ്റെപ്പ് ഡിസ്പോസൽ ആയിരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പൊ സ്റ്റെപ്പ് ഡിസ്പോസലിന്റെ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പ്ലെയിൻ വിത്ത് കാൽക്കുലേഷൻ ഹൗ ഡിസ്പോസൽ ഓഫ് ഷെയർസ് കുഡ് ബി അക്കൗണ്ടഡ് ഇൻ ദ കൺസൾട്ടേറ്റഡ് എഫ്എസ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയണം. സാർ ക്വസ്റ്റ്യൻ എന്നാ പറയുന്നത്?
എന്നാടാ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നമ്പർ ഏതാ? എത്രയാ? PP കപ്ലാൻ കിറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ലൂണ പാസ് പേപ്പർ ആണ്. മാർച്ച് ജൂൺ 2020 സാമ്പിൾ പേപ്പർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ എക്സിബിറ്റ് നമ്പർ 1 ഒന്ന് വായിച്ചേ. It's about step disposal. So just read it. So done, guys. So here 80% ആണ് Luna acquire ചെയ്തേക്കുന്നത്. They have acquired around 1 million shares. 80% നമ്മൾ acquire ചെയ്തിട്ടുണ്ട്. Has not issued any shares for many years. The goodwill on acquisition was currently calculated, which is 30 to 320,000, but has subsequently been impaired by 15% in 2/4. Luna values NCA at fair value, and the fair value of NCA as of net asset acquisition exceeded their carrying amount by 200,000, and this all related to some non-depreciable land, which is still owned by Australian company at 31st March 2006. So നമ്മൾ almost acquire ചെയ്തേക്കുന്ന 2002 so now we are at 31st March 2006. January they have sold around 100,000 shares in Australian company for $7 per share. The only resource within the equity in the individual statement of financial position of Australian company is retained earnings. The balance of the reserves at 1st April 2065 was 4,658,000. Australian company generated a profit for the year ended 31st March 2006 is 165,050, which accrued evenly throughout the year. So now we need to account for this sale. നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? How will you account for this sale? ഇത് ഡിസ്പോസൽ ആണ്. അത് കൺട്രോൾ ടു കൺട്രോൾ ആണോ, കൺട്രോൾ ടു നോ കൺട്രോൾ ആണോ? Control to control. Control to control. Control to control ആണ്. അപ്പൊ control to control ആണെങ്കിൽ we need to know that how much is the decrease in NCA. അല്ലെ, NCA കുറഞ്ഞത് എത്രയാണെന്ന് നമുക്കറിയണം. സോറി, ഇൻക്രീസ് വന്ന ഇൻക്രീസ് ഇൻ NCA എത്രയാണെന്ന് അറിയണം. ഇപ്പൊ ഡിസ്പോസ് ചെയ്തു, ക്യാഷ് കിട്ടി, NCA കൂടി, ഗെയിൻ എങ്ങോട്ട് പോകും? OCയിലോട്ട് പോകും. അപ്പൊ ക്യാഷ് എത്രയാണ് കിട്ടിയേക്കുന്നത് ഇവിടെ? How much is the cash received? 100,000 shares സെല് ചെയ്തു, each one for $7, അല്ലെ? ഡെബിറ്റ് ക്യാഷ് 100,000 shares ആണ് സെല് ചെയ്തിരിക്കുന്നത് $7. അപ്പൊ 700,000 നമുക്ക് കിട്ടി. Now ക്രെഡിറ്റ് NCA എത്രയാണെന്ന് അറിയണം. NCA കൂടിയത് എത്രയാണെന്ന് അറിയണം. അപ്പൊ NCA കൂടിയത് എന്താ? സബ്സിഡറിന്റെ ഒരു എത്ര പെർസെന്റ് NCA കൂടിയത് നോക്കിയേ. 10%. ആ 10%. 10% ആണോ? ടോട്ടൽ നമ്മൾ എത്ര ഹോൾഡ് ചെയ്തേ? 1 million 100,000 ഒരു വിറ്റു എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര? 10% ഷെയർസ് ആണ് സെല് ചെയ്തേക്കുന്നത്. They literally sold 10% of shares. അപ്പോൾ NCA കൂടിയതും 10% ആയിരിക്കും. സോ ആ ഇൻക്രീസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? 10% ഓഫ് സബ്സിഡറീസ് നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ആ 10% കൂടിയത് എത്ര ആയിരിക്കും? സബ്സിഡിന്റെ നെറ്റ് അസറ്റിന്റെ 10% ആണ് NCയിലോട്ട് വന്നത്. സോ 10% ഓഫ് സബ്സിഡീസ് നെറ്റ് അസറ്റ്സ് അറ്റ് ഡിസ്പോസൽ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഇറ്റ് വിൽ ഇൻക്ലൂഡ് നെറ്റ് അസറ്റ്സ്, ഓക്കെ, ആസ് വെൽ ആസ് ഗുഡ് വിൽ. ഇത് രണ്ടുകൂടെ ചേരുന്നതാണല്ലോ ടോട്ടൽ ഓഫ് സബ്സിഡറി. സബ്സിഡിന്റെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തൊക്കെയുണ്ട്? നെറ്റ് അസറ്റ്സും ഉണ്ട്, ഗുഡ് വില്ലും ഉണ്ട്. സോ വിൽ കാൽക്കുലേറ്റ് ദാറ്റ് എമൗണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അപ്പോ അറ്റ് അക്വിസിഷൻ നെറ്റ് അസറ്റ്സ് എത്രയായിരുന്നു? Fair value of net assets exceeds the value of acquisition is 200,000. അത് നോട്ട് ചെയ്തോ. ഗുഡ് വില്ല് 320 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
4658. ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ 4658 ആണ് പറഞ്ഞത്. ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ്? 4658. 4658 ആണുള്ളത്. കറന്റ് ഇയർ ദേ ജനറേറ്റഡ് എ പ്രോഫിറ്റ് ഓഫ് 165056. 165056. അപ്പോ ജാനുവരിയിലാണല്ലോ നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോ ഏപ്രിൽ ടു ജാനുവരി എത്ര മാസമുണ്ട്? 3. First April. 3 months. 9 months അല്ലേ? ഫസ്റ്റ് ഏപ്രിൽ 20 x52, ഫസ്റ്റ് ജാനുവരി 20 x6 എന്ന് പറയുമ്പോൾ ആ ടൈം പീരീഡിലുള്ള പ്രോഫിറ്റ് നമുക്ക് അറിയണ്ടേ? 9 months കഴിഞ്ഞിട്ടല്ലേ ഡിസ്പോസൽ വരുന്നത്? അപ്പോ ഓൾറെഡി ഓപ്പണിംഗിൽ എത്ര റിസർവ്സ് ഉണ്ടായിരുന്നു? 4658,000 ഉണ്ടായിരുന്നു. പ്ലസ് ഈ പ്രോഫിറ്റ്, ഈ വർഷത്തെ പ്രോഫിറ്റ് 165,056 ആണ് അതിന്റെ 9 months. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? Plus 200,000 കൂടെ വരില്ലേ? പ്ലസ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് 200,000. ഗുഡ്വിൽ എത്ര ആയിരുന്നു? ഗുഡ്വിൽ അറ്റ് ഡിസ്പോസൽ, ആ ഡിസ്പോസൽ ഡേറ്റിലുള്ള ഗുഡ്വിൽ എത്ര? അക്വസിഷൻ ഡേറ്റിലുള്ള ഗുഡ്വിൽ എത്ര ആയിരുന്നു? How much was the goodwill at acquisition date? 320. 320,000, but subsequently been impaired by 15% എന്ന് പറയുന്നുണ്ട്. 320,000-ൽ നിന്ന് 15% ഇമ്പയർമെന്റ് വന്നാൽ ബാക്കി എത്ര ഉള്ളൂ? 15% ഇമ്പയർമെന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളൂ? 85%. സോ ടോട്ടൽ വാല്യൂ നമുക്ക് കിട്ടി. ഇമ്പയർമെന്റ് റിട്ടേണിനെ എഫക്ട് ചെയ്തു. ഇമ്പയർമെന്റ് നമ്മൾ കുറച്ചല്ലോ. ഇമ്പയർമെന്റ് ചാർജ് നമ്മൾ ഓൾറെഡി അവരെ ചാർജ് ചെയ്തിട്ടുണ്ടായിരിക്കും, റിട്ടേണിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നൗ നെറ്റ് അസറ്റ്സിൽ 200 ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടാവില്ല? ഇല്ല, അത് അവരുടെ ബുക്സിൽ ഇല്ലാത്ത സാധനമല്ലേ. ഓക്കെ. സോ എത്രയാണ് വാല്യൂ വന്നിട്ട് വരുന്നത്? ഇൻക്രീസ് വന്ന എത്രയാണ് മക്കളെ? 525,379. അപ്പൊ ഇൻക്രീസ് വന്ന എത്രയാണ്? 525,379 ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? Is it clear everyone? Sir, calculation ഒന്ന് കൂടി കാണിക്കുമോ? 10% ഫസ്റ്റ്. നോക്കിക്കോളാം. കാര്യം കൂടി ചെയ്തത് ഓർമ്മയില്ല. ഗുഡ്വിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ NCAക്ക് സെപ്പറേറ്റ് ആയിട്ടും പാരന്റിന് സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ലേ? പക്ഷെ ലിറ്ററലി ഇതിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോ ഇത് കംപ്ലീറ്റ് ഫുൾ എമൗണ്ട് എടുത്തില്ലേ? ഏതൊരു സമയത്ത് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്ത ഗുഡ്വില് ആ ഓൾറെഡി, അപ്പൊ അതില് ഗുഡ്വില്ല് അവരുടെ ഷെയർ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അതിന് നമുക്ക് ലിറ്ററലി നമ്മൾ നെറ്റ് അസറ്റ്സിന്റെ മാത്രം എടുത്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. കൺട്രോൾ സ്റ്റേജില് 10% ഓഫ് നെറ്റ് അസറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് മാത്രം എടുത്താൽ പോരെ? അതാണ് നമുക്ക് ആ വാല്യൂ എത്രയാണ് കൂടുന്നതെന്ന് അറിയണ്ടേ. ഗുഡ്വില്ലിന്റെയും ഇത്ര ശതമാനമല്ലേ ഉള്ളവർക്ക്, ബാക്കി ഒരു എമൗണ്ട് ഉണ്ടല്ലോ. അവർക്ക് എക്സ്ട്രാ ഗുഡ്വില്ലിൽ നിന്ന് ഒരു 10% ഇപ്പൊ എക്സ്ട്രാ വരുമല്ലേ.
നമ്മളിത് ശരിക്കും ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എൻസിക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ വാല്യൂ എന്ന് പറയുമ്പോൾ നോർമൽ കേസിൽ കൊടുക്കുന്നില്ല, അത് ഞാൻ പറഞ്ഞേ. അപ്പോ ഇവിടെ ആ വാല്യൂ ഇൻക്രീസ് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഗെയിൻ എടുക്കുന്ന പോലല്ലേ. ഇങ്ങനെ ഡിസ്പോസൽ നെറ്റ് അസറ്റ്സ് കാൽക്കുലേഷൻ കാണിക്കുക. എന്നാടാ ഡിസ്പോസൽസ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് അവർക്കൊരു വാല്യൂ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുള്ളൂ, അല്ലാത്തൊരു കേസിൽ നമ്മൾ കൊടുക്കില്ല. ഞാൻ ഒരു കാര്യം വിട്ടുപോയെ, ഷെയർ ക്യാപിറ്റൽ എടുക്കാൻ. ഷെയർ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അത് റിസർവ്സ് മാത്രമല്ല നമ്മൾ എടുത്തുള്ളൂ. ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 1 മില്യണോ? 1 മില്യൺ അല്ലായിരുന്നു ഷെയർ അല്ലേ? അത് ഞാൻ എടുക്കാൻ പറ്റും. ആ, വേറെ എന്താ ഡൗട്ട്? അപ്പോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ എനിക്ക് ആ സ്പ്ലിറ്റ് അറിയണം. മീൻസ് ആ കറക്റ്റ് ആയിട്ടുള്ള ഗെയിൻ എത്രയാണ് പോയെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണം ഓസിയിലോട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻക്ലൂഡിങ് ടോട്ടൽ അസറ്റ്സ് ഓഫ് സബ്സിഡറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നെറ്റ് അസറ്റ്സ് ഇൻക്ലൂഡിങ് ഗുഡ്വിൽ ആണ് സബ്സിഡറിന്റെ ഇപ്പോഴത്തെ ടോട്ടൽ അസറ്റ്സ്. ഇപ്പൊ ടോട്ടൽ അസറ്റ്സ് നമ്മൾ എടുക്കുക. ഓക്കെ ആണോ? സോ ഇവിടെ എത്രയാണ് ഓസിയിലോട്ട് പോകുന്ന എമൗണ്ട്? നെറ്റ് അസറ്റിന്റെ കാൽക്കുലേഷൻ ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് 9 months പ്രോഫിറ്റ് ആൻഡ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലാൻഡ്. പിന്നെ ഗുഡ്വില്ലിന്റെ ഇംപെയർഡ് എമൗണ്ട് കൂടെ ചേർത്തിട്ട് വരും. സോ അങ്ങനെയാണെങ്കിൽ NCAയിൽ ക്രെഡിറ്റ് പോകുന്ന എത്രയാണ്? 625,379 ആണ്. അപ്പൊ ബാക്കി എങ്ങോട്ട് പോകും? അതർ കമ്പണൻസ് ഓഫ് ഇക്വിറ്റിയിലോട്ട് പോകും. സോ വാട്ട്സ് ദ ഡിഫറൻസ്? What's the difference amount? 74,621. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ ഇൻക്രീസ് ഇൻ NCA വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്പോസലിന്റെ സമയത്ത് NCAയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായോ? ഡിസ്പോസലിന്റെ സമയത്ത് NCAയുടെ വാല്യൂ കൂടുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സബ്സിഡിന്റെ ടോട്ടൽ അസറ്റ്സ് എടുക്കുക. സബ്സിഡിന്റെ ടോട്ടൽ അസറ്റ്സ് ഇൻറ്റു NCAയുടെ എത്ര ശതമാനമാണോ കൂടുന്നത് ആ ഇൻക്രീസ് NCAയിലോട്ട് പോകും എന്നാണ് നമ്മുടെ അസംഷൻ. Is it clear everyone? സർ നെറ്റ് അസറ്റ് നമ്മൾ മൈനസ് അല്ല ചെയ്യാറ്? അതെ, അത് ഗുഡ്വിൽ അല്ലടാ. ഓക്കെ. ഇവിടെ എന്താ സംഭവിച്ചേ? നമ്മളൊരു സാധനം വിറ്റു, നമ്മളതിൽ ഉള്ള ഷെയറിൽ നിന്ന് 10% വിറ്റു. അപ്പൊ നമ്മൾ 10% വിറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആർക്കത് കിട്ടുന്നേ? NCAക്കാണ് കൂടുന്നത്. NCAയുടെ ഷെയർ കൂടും. അപ്പൊ NCAയുടെ എന്ത് ഷെയർ ആണ് കൂടുന്നത്? സബ്സിഡിയിലുള്ള നെറ്റ് അസറ്റ്സിലുള്ള ഷെയർ ആണ് കൂടുന്നത് അല്ലെ? സബ്സിഡിന്റെ ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് അസറ്റ്സിലുള്ള 10% കൂടുന്നത്. അപ്പൊ അത് നമുക്കറിയാം. അപ്പൊ ആ 10% വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വി കാൽക്കുലേറ്റഡ് വാട്ട്സ് ദ ടോട്ടൽ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഓൺ ദ ഡിസ്പോസൽ ഡേറ്റ്. സോ വിച്ച് ഇൻക്ലൂഡ്സ് ദ നെറ്റ് അസറ്റ്സ് പ്ലസ് ഗുഡ്വിൽ. അതാണ് സബ്സിഡിന്റെ ഇപ്പോഴത്തെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് ബുക്സിൽ. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര വന്നു? ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ്, പിന്നെ 9 months പ്രോഫിറ്റ്, പിന്നെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് 200,000 എല്ലാം കൂടെ ചേർത്തൊരു എമൗണ്ട് വന്നു. ഇത് കൂടാതെ ഗുഡ്വിലും ഉണ്ട്. സബ്സിഡിക്ക് ഗുഡ്വിലും ഉണ്ട് അസറ്റ് ആയിട്ട്. ആ ഗുഡ്വിൽ ഇമ്പയർ ആയിട്ടുണ്ട് 15%. അപ്പൊ അറ്റ് അക്വേഷൻ 330,000 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? 15% അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഗുഡ്വിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെ ടോട്ടൽ അസറ്റ്സ് എത്ര വന്നു നമ്മുടെ? ഹൗ മച്ച് ഈസ് യുവർ ടോട്ടൽ അസറ്റ്സ്? 625,379.92 അല്ലെങ്കിൽ 6,253,792. അതാണ് സബ്സിഡിന്റെ ടോട്ടൽ അസറ്റ്സ്. അതിന്റെ 10% നമ്മൾ ആർക്ക് കൊടുത്തത്? NCAക്ക് കൊടുക്കുന്നത്. അത് അല്ലെങ്കിൽ ആ ഇൻക്രീസ് NCAയിൽ വന്നത് ആ 10%-ലായിരിക്കും. അപ്പൊ 10% വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. Is it clear everyone? ഓക്കെ ആണോ?
സാർ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കൺസോൾട്ടേഷനിൽ ലൈക്ക് ലിറ്ററലി രണ്ട് കമ്പനീസ് തമ്മിൽ കൺസോൾട്ടേറ്റ് ഫസ്റ്റ് ടൈം ചെയ്യാണ്, അതിൽ വരുന്ന കാൽക്കുലേഷൻ ഓൾമോസ്റ്റ് റോങ് അല്ലേ? ലൈക്ക് ഗുഡ്വിൽ നമ്മൾ അവരുടെ ഷെയർ വാല്യൂ എൻസിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ തെറ്റായിട്ടല്ലേ കാണിക്കുന്നത്? ഈ വാല്യുവേഷൻ ആ വാല്യുവേഷൻ രണ്ടും സെപ്പറേറ്റ്ലി ഡിഫറെന്റ് അല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം? NCA വാല്യൂവിന് എന്താണ് ഇവിടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്? അല്ല ഞാൻ ചോദിക്കട്ടോ, അതായത് നമ്മളിപ്പോ അതില് ഗുഡ്വില് അല്ല, കാണിക്കുന്നില്ല. ഇവിടെ NCA വാല്യൂവിന് ഒരു മിസ്റ്റേക്കും വരുന്നില്ലല്ലോ. ലിറ്ററലി എന്താണ്, NCAക്ക് ഒരു 10% നമ്മൾ കൊടുക്കുന്നുണ്ട്. 10% നമ്മൾ കൊടുക്കുന്നത് സബ്സിഡിന്റെ 10%. അപ്പൊ സബ്സിഡിന്റെ ആ ടോട്ടൽ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ചെയ്തത്. ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും? നെറ്റ് അസറ്റ്സും വരും, പിന്നെ ഗുഡ്വില്ലും വരും. സബ്സിഡിക്ക് ഇപ്പൊ എന്തുണ്ട്? എക്സ്റ്റേണലി ജനറേറ്റഡ് ഗുഡ്വില്ലും ഉണ്ട്. എനിക്ക് നീ പറഞ്ഞാൽ മനസ്സിലായി. NCAക്ക് ഓൾറെഡി ഒരു ഗുഡ്വിൽ ഒരു ഷെയർ ഉണ്ടല്ലോ എന്നുള്ളതല്ല നിന്റെ ക്വസ്റ്റ്യൻ. ആ ഷെയർ അവിടെ ഇരുന്നോട്ടെ, അത് കൂടാതെ എക്സ്ട്രാ വരുന്നതല്ലേ ഇത്? മനസ്സിലായോ? ആ ഷെയർ അവിടെ ഇരുന്നോട്ടെ, അത് കൂടാതെ ഇപ്പം ഒരു എക്സ്ട്രാ 10% വരുവാ. അപ്പൊ അതാ ഞാൻ എടുത്തേ. അതായത് ഫുൾ ഗുഡ്വില്ലും NCAക്ക് ഷെയർ ഉണ്ടോ? ഇല്ല. ആ ഗുഡ്വിൽ പ്ലസ് നെറ്റ് അസറ്റ്സ് ടോട്ടൽ എടുക്കുക, അതിലാണ് 10% നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ NCAയുടെ ഷെയർ മേ ബി കാണും. ഇപ്പൊ ഇനിഷ്യലി NCAക്ക് എത്ര ആണോ 30% ആണെങ്കിൽ 30% ഗുഡ്വില്ല് റൈറ്റ് അവർക്കുണ്ട്. അത് കൂടാതെ ഒരു അഡീഷണൽ 10% കൂടാണ്. അപ്പോൾ വേണമെങ്കിൽ രണ്ടും നീ സെപ്പറേറ്റ് എടുത്തു. ഇതിന്റെ 10% വേണ്ടേ അഡീഷണലി വന്നതാണ്, നേരത്തെ ഇല്ലായിരുന്നു. പിന്നെ നെറ്റ് അസറ്റ്സിൽ എത്ര ഉണ്ടായിരുന്നു? ഓൾറെഡി ഒരു ഷെയർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു 10% വന്നു. അപ്പോൾ ഓൾറെഡി ഒരു ഗുഡ്വില്ലിന്റെ ഷെയർ വാട്ട് എവർ ഇറ്റ് ഈസ് ദേ ഹാവ് പ്രീവിയസ്ലി, അത് കൂടാതെ അഡീഷണലി ഗുഡ്വില്ലിൽ നിന്ന് ഒരു എമൗണ്ട് കൂടെ വന്നു. NCAക്ക് എത്ര? 27,200 പ്ലസ് 598,179. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ടോട്ടൽ എത്ര? ഇപ്പൊ മൊത്തത്തില് ഒരു 625,379 ആണ് അവർക്ക് പുതുതായിട്ട് വന്ന റൈറ്റ്. നെറ്റ് അസറ്റ്സിൽ ഒരു അഡീഷണൽ 10% കിട്ടിയപ്പോൾ ഇത്രയും നെറ്റ് അസറ്റ്സ് അവരുടെ ഭാഗമായിട്ട് മാറി. സോ ഓട്ടോമാറ്റിക്കലി NCA വാല്യൂ വിൽ ഇൻക്രീസ് ബൈ ദിസ് എമൗണ്ട്. ദെൻ OCയിലോട്ട് പോകുന്നു. ക്രെഡിറ്റ് OC ദിസ് മച്ച് ആൻഡ് ക്യാഷ് നമുക്ക് 700,000 ആണ് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചറിന്റെ ഭാഗം ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പോൾ ഇറ്റ് ക്യാൻ ബി എ ഡിസ്പോസൽ ഓർ ഇറ്റ് ക്യാൻ ബി ആൻ അക്വസിഷൻ. അക്വസിഷനും വരാം, അതേപോലെ ഡിസ്പോസലും വരാം. ക്ലിയർ ആണോ മക്കളെ? വേറെ ഡൗട്ട്. ആ, നമുക്ക് മറ്റേ അസോസിയേറ്റ് ആണെങ്കിൽ നമ്മൾ ഇക്വിറ്റി മെത്തേഡും സബ്സിഡറി ആകുമ്പോൾ നമ്മൾ അക്വിസിഷൻ മെത്തേഡല്ലേ ചെയ്യാം. ഇതിലിപ്പോ നമുക്ക് കൺട്രോൾ പോണില്ലല്ലോ. ഇല്ല. ഇതിൽ നമ്മൾ ഇക്വിറ്റി മെത്തേഡ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ. ഇക്വിറ്റി മെത്തേഡ് ആണോ എവിടെ? ഇതിന്റെ ആൻസറിൽ ലൈക്ക് ഞാൻ ഇന്റർപ്രേറ്റ് ചെയ്തെടുത്ത് പാളിയതാന്ന് എനിക്ക് അറിയില്ല. ലൈക്ക് പേജ് നമ്പർ എന്ന് പറയുമ്പോൾ ഇതിലിങ്ങനെ പറയുന്നുണ്ട് ലൈക്ക് a decrease in parents ownership interest which does not result in loss of control is accounted for as an equity transaction എന്ന് ഉദ്ദേശിച്ച്. ഇക്വിറ്റി ട്രാൻസാക്ഷനെ ഉദ്ദേശിക്കുന്നത് എന്താ? ഇറ്റ്സ് ജസ്റ്റ് എ മൂവ്മെന്റ് ഹാപ്പൻ വിത്തിൻ ദി ഇക്വിറ്റി. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തില്ല നമ്മള്. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇക്വിറ്റിയിൽ തന്നെ വന്ന ഒരു മൂവ്മെന്റ് ആണിത്. NCAയിലോട്ട് കുറച്ച് ഷെയർ വന്നു, ഗ്രൂപ്പിൽ നിന്ന് NCAയിലോട്ട് ഷെയർ വന്നു. സോ ഇറ്റ്സ് ജസ്റ്റ് ലിറ്ററലി എ മൂവ്മെന്റ് ഹാപ്പൻ വിത്തിൻ ദി ഇക്വിറ്റി എന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ ഒരു പോയിന്റ്. അതുകൊണ്ടാണ് OCയിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ആ പോയിന്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കും. ഇവിടെ ആൻസർ ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ കണ്ട് അതാ ഡൗട്ട് തോന്നിയപ്പോ ചോദിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ വിത്തിൻ ദ ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മൂവ്മെന്റ് ഹാപ്പൻ ചെയ്തത് വിത്തിൻ ഇക്വിറ്റി ആണ്, അല്ലെ? ഇപ്പൊ NCAക്ക് ഒരു അഡീഷണൽ കൺട്രോൾ വന്നു, അപ്പോ ഇക്വിറ്റിയിൽ നിന്നുള്ള മൂവ്മെന്റ് ആണത്. ആ ഗ്രൂപ്പിൽ നിന്ന് എന്തിലോട്ട് വന്നു? NCAയിലോട്ട് ഒരു ഷെയർ ട്രാൻസ്ഫർ നടന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ മുമ്പ് ഇതേപോലെ നോ കൺട്രോൾ ടു കൺട്രോളോ അല്ലെങ്കിൽ കൺട്രോൾ ടു നോ കൺട്രോൾ എന്ന് പറയുന്ന രണ്ട് എക്സ്റ്റെൻഡ് നിൽക്കുന്ന ട്രാൻസാക്ഷൻ അല്ല ഇത്. ജസ്റ്റ് ഇത് ഓണർഷിപ്പ് കൂടുന്നു കുറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എഫക്റ്റീവ്ലി കൺട്രോളിന് വേറെ ഒന്നും പറ്റുന്നില്ല. ഡസ് നോട്ട് റിസൾട്ട് ഇൻ ലോസ് ഓഫ് കൺട്രോൾ, അല്ലെ? സോ അതുകൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രോസിംഗ് ദ ബ്രിഡ്ജ് ട്രാൻസാക്ഷൻ അല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ട്രാൻസാക്ഷൻ ഹാപ്പൻസ് വിത്തിൻ ദ ഇക്വിറ്റി. അത് വിത്തിൻ ദ ഇക്വിറ്റി എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആ ഗെയിൻ ഓർ ലോസ് എവിടെ കാണിക്കും? ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ഇൻ P&L, ആ ഗെയിൻ ഓർ ലോസിന്റെ മൂവ്മെന്റ് നമ്മൾ എവിടെ കാണിക്കണം? OCയിൽ കാണിക്കണം. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്, നമ്മൾ ആ പറഞ്ഞ പോയിന്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. അതല്ല ഇക്വിറ്റി മെത്തേഡ് എന്നുള്ളതല്ല. ഗുഡ്വിൽ അറ്റ് ഡിസ്പോസൽ ആണോ? ഈ എമൗണ്ട് തന്നെയാണോ നമ്മള് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ NCAയിൽ കാണിക്കുക?
അതോ അത് ആ 10% ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആവുമോ? NCA ലോ? NCAയില് ഗുഡ്വില്ലിന്റെ എമൗണ്ട് ആയിട്ട് എന്താ കാണിക്കാന്ന്? ഈ 10% ഡിഡക്ട് ചെയ്തിട്ടാണോ അതോ അല്ല, ഈ ഗുഡ് ഫുൾ? വിൽ ബി ഓൺ ദ ഹോൾ എമൗണ്ട് 272,000 തന്നെ കാണിക്കുന്നത്. ഓക്കെ. സി, ഗുഡ് വിൽ റിമെയിൻ അറ്റ് 272,000. അതിന്റെ ഒരു ഷെയർ എങ്ങോട്ട് പോകുന്നു? NCAയിലോട്ട് പോകുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ അക്കൗണ്ടിങ് എൻട്രി അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഡ്രാഫ്റ്റ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. So clear ആണല്ലോ ഇത്? So next one we'll do another question. ബാക്കിയെല്ലാം സ്റ്റെപ്പ് അക്വസിഷന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ചേഞ്ച് ഇൻ ഗ്രൂപ്പ് സ്ട്രക്ചർ പാർട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഗ്രൂപ്പിൽ ഇനി അടുത്ത വരുന്ന ഒരു ഏരിയ എന്താണ്? ഫോറിൻ സബ്സിഡറി ആണ്. ഓക്കെ, ഫോറിൻ സബ്സിഡറി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ട് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് IAS 21. IAS 21ന്റെ ഒരു ഭാഗം നിങ്ങൾ നോക്കണം. IAS 21 എന്ന് പറയുമ്പോൾ basically we know that foreign effects of changes in forex rate, അതാണ് നമ്മൾ IAS 21 ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഫോറക്സ് റേറ്റ്സിൽ വരുന്ന ചേഞ്ചസിന്റെ എഫക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അവിടെ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഈ പറയുന്ന എക്സ്ചേഞ്ച് റേറ്റിന്റെ ഇമ്പാക്ട് ഒക്കെ എങ്ങനെയായിരിക്കും ഇൻഡിവിജ്വൽ FSC വരുന്നത് എന്നുള്ളതാണ് ഇത്രൂടെ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? IAS 21. IAS 21 is mainly dealing with individual statements. അപ്പൊ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സിൽ വാട്ട് വിൽ ബി ദ ഇമ്പാക്ട് ഓഫ് ദിസ് ചേഞ്ചസ് എന്നുള്ളതാണ്. അപ്പൊ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ വരുമ്പോൾ അപ്പൊ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഫങ്ഷണൽ കറൻസി എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ ഫങ്ഷണൽ കറൻസി. കറൻസിയുടെ ആ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് ഫങ്ഷണൽ കറൻസി എന്താണെന്നുള്ളത്. സോ എന്താണ് ഫങ്ഷണൽ കറൻസി എന്ന് പറഞ്ഞാൽ? ഫങ്ഷണൽ കറൻസി മീൻസ് കറൻസി ഓഫ് എ പ്രൈമറി എക്കോണമിക് എൻവയോൺമെന്റ്. നമ്മുടെ ഒരു പ്രൈമറി എക്കോണമിക് എൻവയോൺമെന്റ് കറൻസിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ആദ്യത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഒരു ഫോറിൻ കറൻസിയുടെ ക്വസ്റ്റിനകത്തിൽ ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ ഹൗ വി ക്യാൻ ഐഡന്റിഫൈ ഫങ്ഷണൽ കറൻസി? ഈസ് ഇറ്റ് ഓൺ ദ ബേസിസ് ദാറ്റ് വിച്ച് ഇസ് വെയർ അവർ ഹെഡ് ഓഫീസ് ലൊക്കേറ്റഡ്. നമ്മുടെ ഹെഡ് ഓഫീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? അതാണോ നമ്മുടെ ഫങ്ഷണൽ കറൻസി? ആ കൺട്രിയുടെ കറൻസി ആണോ ഫങ്ഷണൽ കറൻസി?
ആണോ മക്കളെ? ഫങ്ഷണൽ കറൻസി അതാണോ? എന്താ ഫങ്ഷണൽ കറൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രൈമറി എക്കോണമിക് എൻവയോൺമെന്റ് കറൻസിക്കാണ് നമ്മൾ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. സോ പ്രൈമറി എക്കോണമിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are different factors through which we can find the primary economic environment. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആ പർട്ടിക്കുലർ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സെയിൽസ് പ്രൈസ്. ആ സെയിൽസ് പ്രൈസ് ഒക്കെ ഏത് കൺട്രിയുടെ എക്കണോമിക് ഇൻഫ്ലുവൻസ് അനുസരിച്ചാണ് അതിന്റെ സെയിൽസ് പ്രൈസിന് മാറ്റം വരുന്നത് നോക്കുക. ഓക്കെ, ഏതൊരു പർട്ടിക്കുലർ കറൻസി ഉണ്ട്, ആ കറൻസിയുടെ വാല്യൂ ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ സെയിൽസ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് മാറുന്നുണ്ടെങ്കിൽ then ആ പർട്ടിക്കുലർ കറൻസി ആയിരിക്കും നമ്മുടെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Yes, sir. സോ ഫങ്ഷണൽ കറൻസി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഫസ്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് കറൻസീസ് അല്ലെങ്കിൽ വിച്ച് കൺട്രീസ് കറൻസി ഇൻഫ്ലുവൻസ് ഏത് കൺട്രിയുടെ കറൻസിയാണ് നമ്മുടെ ഫങ്ഷണൽ നമ്മുടെ പർട്ടിക്കുലർ ഗുഡ്സ് ഓർ സർവീസിന്റെ സെയിൽസ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നോ നോക്കണം. ഓക്കെ, അതില്ലെങ്കിലോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ? മാർക്കറ്റ് ഫാക്ടേഴ്സ്. മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ മാർക്കറ്റ് കണ്ടീഷൻസ് ആണ് നമ്മുടെ കമ്പനിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നോക്കുക. നമ്മുടെ കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻസിനെ അഫക്ട് ചെയ്യാൻ നോക്കുക. മാർക്കറ്റ് ഫാക്ടേഴ്സ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഓർത്തിരിക്കാനാണ് എപ്പോഴും ഞാൻ ഇത് പറയുന്നത്. എന്താ, നിങ്ങൾ നമ്മൾ SBLലും അല്ലെങ്കിൽ എക്സ്റ്റേണൽ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യില്ല, പെസ്റ്റൽ അനാലിസിസ് ഉണ്ട്. എന്താ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നിക്കൽ, ലീഗൽ. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഏത് എക്കോണമിയുടെ ആണ് നമ്മുടെ കമ്പനീനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഏത് കൺട്രീന്റെ ആണോ ആ പർട്ടിക്കുലർ കൺട്രീന്റെ കറൻസി എടുക്കുക. Then finally, in which currency the company actually pays its cost of labor and material. അപ്പൊ ആ ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ, കമ്പനിയുടെ ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ ഏത് കറൻസിയിലാണ് പേ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക. Is it clear everyone? ഓക്കെ ആണോ? അപ്പൊ കറൻസി that influence the sales price, then the market factors, then the cost of the direct cost, that is labor cost, material പോലത്തെ direct cost. Okay ആണോ? Can I reply in the chat? Then ഇത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് പോവാം. എന്തൊക്കെയാണ് സെക്കൻഡറി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? What are secondary factors? Then the operating activity. നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ റെസീപ്റ്റ്സ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ റെസീപ്റ്റ്സ് ഒക്കെ നമുക്ക് ഏത് കറൻസിയിലാണ് കിട്ടുന്നത് നോക്കാം. Then currency from which we will raise the finance. നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്ന ഏത് കറൻസിയിലാണെന്ന് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ പ്രൈമറി ഫാക്ടേഴ്സ് വെച്ചിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തിലോട്ട് പോകും? സെക്കൻഡറി ഫാക്ടേഴ്സിലോട്ട് പോകും. അപ്പോൾ ഐ ഹാവ് സീൻ മൾട്ടിപ്പിൾ സെനാരിയോസ് വേർ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ അവർ മേ ബി ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ സബ്സിഡറി കമ്പനിയുടെയോ ഒക്കെ ഫങ്ഷണൽ കറൻസി ഐഡന്റിഫൈ ചെയ്യാൻ എന്നുള്ള ടാസ്ക് വരും. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നോളജ് ഇതാണ്. IAS 21 ഈ നോളജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ അത് ഇൻഡിവിജ്വലിലും കൺസൾട്ടേഷനിലും ബാധകമാണ്. സോ ആ റൂൾസ് ക്ലിയർ ആണോ? പ്രൈമറി ഫാക്ടേഴ്സ്, സെക്കൻഡറി ഫാക്ടേഴ്സ്. സർ, ഈ കണ്ടീഷൻസ് ഫുൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം. മെജോറിറ്റി ആണ് നോക്കുന്നത്, മെജോറിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. ഫുള്ള് സാറ്റിസ്ഫൈ ആണില്ല. സപ്പോസ് പ്രൈമറി ഫാക്ടേഴ്സ് വെച്ച് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല, കാരണം പ്രൈമറി ഫാക്ടേഴ്സിൽ തന്നെ പല കറൻസീസ് വരുന്നുണ്ട്. വി ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് എന്നാണെങ്കിൽ നമുക്ക് എന്തിലോട്ട് വരാം? സെക്കൻഡറി ഫാക്ടേഴ്സിലേക്ക് വരാം. അത്രേ ഉള്ളൂ. അല്ല മൊത്തം സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. ക്രൈറ്റീരിയാസ് അല്ല, ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്. ക്രൈറ്റീരിയാസ് പറയുമ്പോഴാണ് നമുക്ക് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരുന്നത്. ഫൈൻ. ബട്ട് കൺസൾട്ടേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം അഡീഷണലി ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ FS പോലല്ല കൺസൾട്ടേഷനിൽ. സപ്പോസ് ദ സബ്സിഡറി കമ്പനി ഹാവ് എ ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഫ്രം പേരന്റ്. ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റ് ആണ് സബ്സിഡറിന്റെ ഒരു മേജർ ബയ്യർ അല്ലെങ്കിൽ സെല്ലർ. സോ ഇൻ എ വേ
the parent is helping the company in a huge manner or in a significant manner for their operations. അപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് പേരന്റ് ഭയങ്കരമായി സബ്സിഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ മേ ബി ദേ ആർ ദ മേജർ സപ്ലയർ ഓർ ബയർ, അങ്ങനെ റിലേഷൻ ആവാം. അല്ലെങ്കിൽ ദ പേരന്റ് ഈസ് പ്രൊവൈഡിങ് സം കൈൻഡ് ഓഫ് ലോൺ ഓർ ഫിനാൻസ് ഫോർ സബ്സിഡറി ഫോർ ദെയർ ഓപ്പറേഷൻസ്. അപ്പൊ അവിടെയൊക്കെ അപ്പാർട്ട് ഫ്രം ഹോൾഡിംഗ് ദ ഷെയർസ്, പേരന്റിന് ഒരു ഹൈ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു ഹയർ ഓട്ടോണമി ഉണ്ട് ഓവർ ഹൂം, ഓവർ ദ സബ്സിഡറി. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ഫോറിൻ സബ്സിഡറിന്റെ ഈ പറയുന്ന ഫങ്ഷണൽ കറൻസി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ കറൻസി can be subsidies functional currency will be same as parent. പേരന്റിന്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് പേരന്റിന്റെ ഫങ്ഷണൽ കറൻസി എന്താണോ അത് തന്നെ സബ്സിഡിക്ക് കൊടുക്കാം. ഇഫ് the subsidy is interdependent on parent for സെയിൽസിനോ അല്ലെങ്കിൽ അവർ ഓപ്പറേഷൻസിനോ or with respect to the finance. അപ്പൊ ഓപ്പറേഷൻസിനും അതേപോലെ തന്നെ ഫിനാൻസിനും, for operation as well as for finance, if the parent company is helping subsidiary a lot, subsidiary ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, in that scenario we can use this. നമുക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് അത് എപ്പോഴും വരത്തില്ല, കാരണം അതാണെങ്കിൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പക്ഷെ ആസ് എ നോളജ് പാർട്ടായിട്ട് നിങ്ങൾക്ക് ആൻസറിൽ ഇത് കൊടുക്കാം. സപ്പോസ് പേരന്റിന് ഒരു ഹയർ ഓട്ടോണമി ഉണ്ടായിരുന്നെങ്കിൽ we could have used parents functional currency as subsidies functional currency. നമുക്കൊരു നോളജ് പാർട്ട് അവിടെ എഴുതേണ്ടി വരും. ഓക്കെ, സപ്പോസ് ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിലോ എഗെയിൻ നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി ഫാക്ടേഴ്സിലേക്കും സെക്കൻഡറി ഫാക്ടേഴ്സിലേക്കും തന്നെ തിരിച്ചെത്തും. ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എഗെയിൻ വിൽ കം ബാക്ക് ടു ദിസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? Is it clear everyone? Fine. ഇനി നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഇൻഡിവിജ്വൽ എഫ്എസിലും അതേപോലെ തന്നെ കൺസോളിഡേറ്റ് എഫ്എസിലും നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് അറിയണം. ബിക്കോസ് ഒരിക്കലും ഫോറിൻ സബ്സിഡിയിൽ കിടക്കുന്ന വാല്യൂസ് നമുക്ക് അതുപോലെ എടുത്തിട്ട് പേരന്റിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ്. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ എഫ്എസിലാണെങ്കിൽ നമുക്കറിയാം monetary items means something which can be easily convertible into cash, such as receivables, payables. ഇങ്ങനത്തെ ഐറ്റംസിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഈ ഐറ്റംസിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഏത് വെച്ചിട്ടാ? വിൽ കൺവേർട്ട് ഇറ്റ് യൂസിങ് എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് അവർ റിപ്പോർട്ടിംഗ് ഡേറ്റ്. റിപ്പോർട്ടിംഗ് ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ടാണ് മോണിറ്ററി ഐറ്റംസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺവേർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മോണിറ്ററി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ റിസീവബിൾസ്, പേയബിൾസ് പോലത്തെ ഐറ്റംസ് ആണ്, ബിക്കോസ് ദേ ഹാവ് എ ഡെഫിനറ്റ് വാല്യൂ. നോൺ മോണിറ്ററി ഐറ്റംസ് such as PP, ബിൽഡിംഗ്, ലാൻഡ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻവെന്ററി, ഇങ്ങനത്തെ നോൺ മോണിറ്ററി ഐറ്റംസ് നമ്മൾ ഏത് വെച്ചിട്ടായിരിക്കും? ഹിസ്റ്റോറിക് റേറ്റ്സിലായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിനെയൊക്കെ വാങ്ങിയ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ചിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അൺലെസ് സപ്പോസ് ആ അസറ്റ്സ് ഇപ്പോൾ ഒരു ഫെയർ വാല്യൂ മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഫെയർ വാല്യൂവേഷൻ നടക്കുന്ന, ആ ഫെയർ വാല്യൂ റീമെഷർമെന്റ് നടക്കുന്ന ദിവസം എന്താണോ ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്യാം. ഫെയർ വാല്യൂ റീമെഷർമെന്റ് നടക്കുന്ന ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഇൻഡിവിജ്വൽ എഫേഴ്സ് ഈ ഗെയിൻസ് ഒക്കെ നമ്മൾ ഇവിടെ കാണിക്കും. ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ എഫേഴ്സ് ഈ ഗെയിൻ ഓർ ലോസ് ഓൺ ട്രാൻസ്ലേഷൻ ഒക്കെ നമ്മൾ P&L കാണിക്കും ഫോർ മോണിറ്ററി ഐറ്റംസ്. ഫോർ നോൺ മോണിറ്ററി ഐറ്റംസ് വിൽ ഷോ ഇൻ OCI. ഇതാണ് അവിടുത്തെ റൂൾ. ഓക്കെ, ഇൻഡിവിജ്വൽ എഫേഴ്സിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. മോണിറ്ററി ഐറ്റത്തിന് നമ്മൾ P&L-ലും നോൺ മോണിറ്ററിക്ക് OCI-ലും കാണിക്കും. ബിക്കോസ് മോണിറ്ററിയിൽ നമുക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. ബിക്കോസ് ദേ ഹാവ് എ ഡെഫിനറ്റ് വാല്യൂ. നോൺ മോണിറ്ററി അങ്ങനല്ല. ക്ലിയർ ആണോ? അപ്പൊ കൺവേർഷന്റെ റൂൾസ് മനസ്സിലായോ? എക്സ്ചേഞ്ച് റേറ്റിന്റെ കേസിൽ ഉള്ള കൺവേർഷന്റെ റൂൾസ് മനസ്സിലായോ? ഇൻഡിവിജ്വൽ എഫേഴ്സിലുള്ള നമ്മൾ ജസ്റ്റ് റിവിഷൻ സമ്മറി പോലെ പറഞ്ഞു പോകണേ. ഇനി ഇത് തന്നെ ഒരു കൺസോളിഡേറ്റഡ് എഫേഴ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് SOFP-യിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ക്ലോസിംഗ് റേറ്റ് ആണ്. അപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം മൊത്തം ആ സബ്സിഡിന്റെ എഫേഴ്സിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എന്തിലോട്ടാക്കണം?
പേരന്റിന്റെ കറൻസിയിലോട്ട് ആക്കണം. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഫോർ ബാലൻസ് ഷീറ്റ് ഐറ്റത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോസിംഗ് റേറ്റ് ആണ്. ക്ലോസിംഗ് റേറ്റ് മീൻസ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഫോർ ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ഫോർ പി ആൻഡ് എൽ ഐറ്റംസ്? പി ആൻഡ് എൽ ഐറ്റത്തിന് നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഫോർ പി ആൻഡ് എൽ ഐറ്റംസ് വി ആർ യൂസിങ് ആൻ ആവറേജ് റേറ്റ്. പി ആൻഡ് എൽ ഐറ്റത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആവറേജ് റേറ്റ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ വളരെ സിമ്പിൾ ആണ്. കൺസൾട്ടേഷനിലോട്ട് വരുമ്പോൾ പല മോണിറ്ററി നോൺ മോണിറ്ററി എന്ന് പറഞ്ഞ സ്പ്ലിറ്റ് ഒന്നും ഇല്ല. പി ആൻഡ് എല്ലിലെ എല്ലാ സാധനങ്ങളും നമ്മൾ ആവറേജ് റേറ്റ് കൺവേർട്ട് ചെയ്യും. വൈ വി ആർ യൂസിങ് ആൻ ആവറേജ് റേറ്റ്? ബിക്കോസ് പി ആൻഡ് എല്ലിലെ ഓരോ ഐറ്റം ഓവർ ദ പീരീഡ് വന്ന ഐറ്റംസ് ആണ്. ഒരു വർഷം ഓവർ ദ പീരീഡ് ഇൻകറായ ഇൻകം, ഇൻകറായ എക്സ്പെൻസ് ഒക്കെയാണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? ഇപ്പൊ ഈ കൺവേർഷന്റെ റൂൾസ് മനസ്സിലായോ? IAS 21 ഇൻഡിവിജ്വൽ എഫേഴ്സും നമ്മൾ ഈ ഒരു ഏരിയ തന്നെ കവർ ചെയ്ത് പോവാണ്. അപ്പൊ IAS 21 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡും ഫോറിൻ കറൻസിയും അത് രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതി. ഫോറിൻ സബ്സിഡറിന്റെ ആ ചാപ്റ്റർ കേട്ടോ, കാരണം രണ്ടിടത്തും അപ്ലൈ ചെയ്യുന്ന റൂൾസ് ഒക്കെ സെയിം ആണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സർ കൺസോളിഡേറ്റഡ് എഫേഴ്സിലെ ട്രാൻസ്ലേഷൻ ഗെയിൻ ഓർ ലോസ് എവിടേക്കാ പോകും? OC-യിലാണ്. അതിനെ റീക്ലാസിഫൈ ചെയ്യണ്ടേ? ഡിസ്പോസ് ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ആ ഗെയിൻ നമ്മൾ റീക്ലാസിഫൈ ചെയ്യും പി ആൻഡ് എല്ലിലോട്ട്. ഓക്കെ സർ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് മാർച്ച് 2020 ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ മേജർ ക്വസ്റ്റ്യൻ ഫ്രം ഫോറിൻ സബ്സിഡറി. അപ്പോൾ സാമ്പിൾ ഒന്നും അല്ല, ശരിക്കും പാസ് പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ദ ഫങ്ഷണൽ കറൻസി ഓഫ് ക്രോച്ച് കമ്പനി ഷുഡ് ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ ക്രോച്ച് കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി നമുക്ക് കണ്ടുപിടിക്കണം. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ആ ഫങ്ഷണൽ കറൻസി ഒന്ന് കണ്ടുപിടിച്ചേ. They have given the background and read the first exhibit. Cross company functional currency എന്ന് പറഞ്ഞ exhibit ഒന്ന് വായിച്ചേ. മക്കളെ കണ്ടുപിടിച്ചോ? So what's the functional currency here? Functional currency grommets. Okay. So നമ്മൾ ആദ്യം പ്രൈമറി ഫാക്ടേഴ്സ് നോക്കാം. സെയിൽസ് പ്രൈസ്, അതേപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ വെച്ചിട്ട്. So here ക്രോച്ച് കമ്പനി is located in a country which uses dinar as its main currency. അപ്പോൾ ഹെഡ് ഓഫീസ് ദിനാർ ആണ്. ദിനാർ യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയിലാണ്. Its staffs are located in a variety of other locations. Consequently, half of the employees are paid in dinars, another half is paid in grommets. അപ്പൊ അത് വെച്ച് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? Are you able to arrive at a conclusion at that time? ഇല്ല, കാരണം ഒരു കൺക്ലൂഷൻ അവിടെ എത്താൻ പറ്റത്തില്ല. കാരണം കുറച്ച് ദിനാറിലും കുറച്ച് ഗ്രോമിറ്റ്സിലും പേ ചെയ്തേക്കെന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ലൈക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ആൻഡ് ക്രോച്ച് ഹാസ് എ ഹയർ ഡിഗ്രി ഓഫ് ഓട്ടോണമി ആൻഡ് ഇസ് നോട്ട് റിലയൻഡ് ഓൺ ഫിനാൻസ് ഫ്രം ഹ്യൂമൻസ്. അപ്പോൾ ഹ്യൂമൻസിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഒന്നും അവർ എടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഹ്യൂമൻസിന്റെ ഫങ്ഷണൽ കറൻസി തന്നെ സബ്സിഡിക്കും യൂസ് ചെയ്യാന്നുള്ള ആ ഒരു മോഹവും പോയി. So, and no do sales to humans to make up a significant proportion of their income. And all of its sales and purchase are invoiced in grommets. Our operating activity in the invoices ഒക്കെ വരുന്ന ഏതിലാണ്? Receipts ഒക്കെ ഏതിലാണ് വരുന്നത്? Grommetsലാണ്. And Croach raises most of its finance in grommets. അപ്പൊ സെക്കൻഡറി ഫാക്ടേഴ്സ് വെച്ചിട്ട് ഓൾമോസ്റ്റ് we can reach up to a conclusion that കമ്പനിയുടെ ഫങ്ഷണൽ കറൻസി എന്തായിരിക്കണം? ഗ്രോമിറ്റ്സ് ആയിരിക്കണം അല്ലെ.
അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഗ്രോമിറ്റ്സിലേക്ക് എത്തിയെന്ന് മനസ്സിലായോ? ബിക്കോസ് ഇനിഷ്യൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൈമറി ഫാക്ടേഴ്സ് വെച്ചിട്ട് എനിക്കൊരു കൺക്ലൂഷനിലേക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. പക്ഷെ സെക്കൻഡറി ഫാക്ടേഴ്സ് വെച്ചിട്ട് എനിക്ക് എത്താൻ പറ്റി. കാരണം ഫണ്ട് റേസ് ചെയ്യുന്ന ഗ്രോമിറ്റ്സിലാണ്. അതേപോലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന്റെ റെസീപ്റ്റ്സ് വരുന്നത് ഏതിലാണ്? ഗ്രോമിറ്റ്സിലാണ്. ഓക്കെ ആണോ മക്കളെ? ആൻഡ് ദേ ആർ നോട്ട് ഹാവിംഗ് എ ഡോളർ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. അപ്പൊ അതും ഇല്ല. അപ്പോ ഈവൻ ദോ ദേ ആർ റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ പ്രോഫിറ്റ്സ് ദിനാർസ്, അത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ടാക്സ് റെഗുലാരിറ്റിനെ പറ്റിയിട്ട് ഇല്ല. സോ ആസ് എ ഹോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫങ്ഷണൽ കറൻസി എന്തായിരിക്കും ഇവിടെ? ഫങ്ഷണൽ കറൻസി എന്താണ് മക്കളെ? ഗ്രോമിറ്റ്സ് ആണ്. കിട്ടിയോ? Is it clear everyone how we arrived at that conclusion? Others? Any doubts? Okay. About functional currency we identify ചെയ്തു. So now we have to calculate the goodwill. Foreign currency ലെ goodwill അതിന്റെ retranslation ഒക്കെ നമുക്ക് calculate ചെയ്യേണ്ടി വരും. So അത് നമുക്കൊന്ന് നോക്കാം. So first of all we will calculate goodwill. അപ്പോൾ നമ്മൾ goodwill calculate ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ calculate ചെയ്യണ്ടേ? ഫസ്റ്റ് നിങ്ങൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ആ സബ്-3ന്റെ ഫങ്ഷണൽ കറൻസി എന്താണോ ആ ഫങ്ഷണൽ കറൻസിയിൽ വേണം നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഫങ്ഷണൽ കറൻസിയിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ, ഓക്കെ, then fair value of NCA, then less fair value of net asset at acquisition. അങ്ങനെ ഇതെല്ലാം തന്നെ ഏതിൽ വേണം? It should be in ഫങ്ഷണൽ കറൻസി. അപ്പൊ സബ്സിഡിയുടെ ഫങ്ഷണൽ കറൻസി എന്താണോ ആ ഫങ്ഷണൽ കറൻസിയിൽ വേണം നമ്മൾ എല്ലാ എമൗണ്ട്സും ഇടാൻ. Then first of all calculate the goodwill. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? You will get the goodwill at acquisition. നമുക്ക് goodwill കിട്ടും. So first of all we can calculate how much is the goodwill now. So purchase consideration എത്രയാണ് മക്കളെ? Purchase consideration എത്രയാണ് ഇവിടെ? They have paid $24 million ആണ് പേ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഗുഡ്വിൽ നമ്മൾ ഇനിഷ്യലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിലായിരിക്കണം, നമ്മുടെ ഫങ്ഷണൽ കറൻസിയിലായിരിക്കണം. വാട്ട് ഈസ് യുവർ ഫങ്ഷണൽ കറൻസി നൗ? നമ്മുടെ ഫങ്ഷണൽ കറൻസി എന്താണ്? ഗ്രോമിറ്റ്സ് ആണ് അല്ലേ? സോ എത്ര നോക്ക്? എത്ര വരും? എന്നാടാ എന്റെ ഫങ്ഷണൽ കറൻസി എടുത്ത് ചെയ്ത് ഞാൻ തെറ്റിപ്പോയി. ഞാൻ ദിനാർ എടുത്തു. സെക്കൻഡ് സിനാരിയോ പുറത്ത് ഞാൻ ദിനാറിൽ ചെയ്തു പോയാൽ തെറ്റായിരിക്കും. അല്ല സാധനം തെറ്റായിരിക്കും. അതിന് മാർക്ക് കിട്ടുപോയി. ഇല്ല, നീ ജസ്റ്റ് നോളജ് വല്ലതും എഴുതുന്നതിന് മാർക്സ് കിട്ടിയാലായി. കാൽക്കുലേഷന്റെ മാർക്കും തരില്ല അല്ലേ? ഇല്ല, കാരണം മെയിൻ കറൻസി മാറിയതോ. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പൊ ഇതിന്റെ വാല്യുവേഷൻ ഒന്ന് ചെയ്തേ. ഇപ്പൊ $24 million ഞാൻ കൺവേർട്ട് ചെയ്യുവാണ്. ഒരു ഡോളർ എന്ന് പറയുന്നത് 8 ഗ്രോമിറ്റ്സ് ആണ് അല്ലെ? ഒരു $1 is equal to 8 ഗ്രോമിറ്റ്സ്. ഇപ്പൊ $24 million എന്ന് പറയുമ്പോൾ എത്ര? ഇപ്പൊ കൺവേർട്ടിങ് ഇറ്റ്, $24 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 into 8. $192 വന്നു അല്ലെ? നെക്സ്റ്റ് എന്താ? NCയുടെ വാല്യൂ, അക്വേഷൻ ഡേറ്റിലെ NCയുടെ വാല്യൂ $6 ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണ്ടേ? 6 into 8, which is 48. Now
Since the Koch company has a range of net assets held domestically and overseas, the fair value of the net asset at acquisition were determined in their local currency. Hence, the fair value of some asset has been determined in dinars and others in grommets. The total fair value of net asset denominated in grommets is 43 million. 43 million grommets already ഉണ്ട്. Net assets value ആയിട്ട് നമുക്ക് അത് ഇടാം. അത് കൂടാതെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. They have net assets dominated in dinars, 50 million. 50 million dinars ഉണ്ട്. അപ്പോൾ 1 dinar is equal to 2 grommets ആണ്. അപ്പോൾ 50 million dinars-ലുള്ള ആ നെറ്റ് അസറ്റ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇതിലോട്ട് ആക്കുമ്പോൾ എത്ര വരും? How much it is? 50 into 2. അപ്പോൾ 100 ആയി. Then ഇത് കൂടാതെ expected from this fair values are several contracts with customers of Koch, and this contractual relationship prohibits the customers of Koch from obtaining the service from any of the main competitors of Koch company. So they have an estimated fair value at 1st January 2024 of 15 million grommets. The 15 million grommets ആണ് അവരുടെ എസ്റ്റിമേറ്റഡ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? ഇറ്റ്സ് എ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്, റൈറ്റ്? അപ്പൊ അത് ഞാൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പൊ എത്രയാണ് വാല്യൂ വരുന്നത്? How much is the goodwill, guys? Goodwill എത്ര വന്നു? Goodwill at acquisition in grommets എത്രയാണ്? 82 ആണ്. ക്ലിയർ ആണോ അതെങ്ങനെയാ കിട്ടിയെന്നുള്ളത്? All of you understood? Yes. Now നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ? We need to convert. നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ എന്തിലോട്ട് ആക്കണം? പേരന്റിന്റെ കറൻസിയിലോട്ട് ആക്കണം, ഓർ നമ്മുടെ ഹോം കറൻസിയിലോട്ട് ആക്കണം. നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? വിത്ത് ദ സെയിം. അപ്പൊ 82 എന്ന് പറയുന്നത് നമ്മുടെ അക്വസിഷൻ ഡേറ്റിലെ വാല്യൂ ആണ്. അപ്പൊ അക്വസിഷൻ ഡേറ്റിൽ അക്വസിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 1st January 2024. So we have to convert it to dollars. അപ്പൊ ഫസ്റ്റ് ഡേയില് അക്വസിഷൻ ഡേറ്റിൽ 1st January 2024 ആ ദിവസം ഗ്രോമിറ്റ്സ് ടു ഡോളർ ആക്കാൻ യൂസ് ചെയ്യേണ്ട എക്സ്ചേഞ്ച് റേറ്റ് എത്ര? ഗ്രോമിറ്റ്സ് ടു ഡോളർ ആക്കാൻ യൂസ് ചെയ്യേണ്ട എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്? 1:8. So now I am converting grommets to dollar. So ഞാൻ യൂസ് ചെയ്യേണ്ട റേറ്റ് എത്രയാണ്? 8 ആണ്. So it will be 82 divided by 8. So I will get the amount in dollars. അല്ലേ? ഡോളേഴ്സിൽ 10.25 വരും. Is it clear everyone? ഡോളേഴ്സിന് അതിന്റെ വാല്യൂ 10.25 എങ്ങനെ വന്നത് മനസ്സിലായോ? കൺവേർട്ട് ചെയ്താണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? We know that the goodwill got impaired. ഡിസംബർ ആയപ്പോഴത്തേക്കും goodwill impair ആയി. 30% ഇമ്പയർമെന്റ് വന്നു. സോ ആ ഇമ്പയർമെന്റ് ചാർജ് നമ്മൾ കൊടുക്കാം. So goodwill got impaired by 30%. സോ ഇമ്പയർമെന്റ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഏത് റേറ്റിലായിരിക്കണം? ഇമ്പയർമെന്റ് നടക്കുന്നത് ക്ലോസിംഗിലാണ്. ഇമ്പയർമെന്റ് ഹാപ്പൻഡ് അറ്റ് 31st December 2024. അപ്പൊ ക്ലോസിംഗിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്ര നോക്കി? 31st Decemberലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്ര നോക്കി? ക്ലോസിംഗിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് എത്ര മക്കളെ? 7. അപ്പൊ 7 നമുക്ക് കൺവേർട്ട് ചെയ്യാം. So if we convert it, it will become 3.
15. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടഡ് വാല്യൂ എത്ര നോക്ക്. നമ്മുടെ എക്സ്പെക്ടഡ് ഗുഡ് വിൽ എത്ര ഇവിടെ? നമ്മുടെ എക്സ്പെക്ടഡ് ഗുഡ് വിൽ എത്രയാണ്? ഡോളേഴ്സിൽ 10 ഇമ്പയർമെന്റ് പോയിട്ട് 6.7 ആണ് നമ്മുടെ എക്സ്പെക്ടഡ് ഗുഡ് വിൽ. ഇനി നമ്മുടെ ബുക്സിലോ, ഗ്രോമിറ്റ്സിൽ ബാക്കി എത്ര ഉണ്ട് ഗുഡ് വിൽ നോക്കിയേ. 57.4 ഉണ്ട്. അതിനെ നമ്മൾ ക്ലോസിംഗ് ഡേറ്റിൽ ഇത് വെച്ച് കൺവേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരുന്ന നോക്കിയേ. ആ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഗ്രോമിറ്റ്സിൽ ഉള്ള ആ ഒരു ഗുഡ് വില്ലിനെ ഞാൻ 7 തന്നെ വെച്ച് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് വരുന്ന ആക്ച്വൽ ഗുഡ് വിൽ എത്ര? 8.2. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഗുഡ് വിൽ എത്രയേ ഉള്ളൂ? ഞാൻ എക്സ്പെക്ട് ചെയ്ത ഗുഡ് വിൽ എത്രയാണ് മക്കളെ? 6.7. ആ ഡിഫറൻസ് എത്രയാണ് അപ്പോ? ഹൗ മച്ച് ഇസ് ദ ഡിഫറൻസ്? 1.46. അതെന്താ? അതാ ട്രാൻസ്ലേഷൻ ഗെയിൻ ആണ് അല്ലെ? ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഗെയിൻ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിൽ വന്ന ഗെയിൻ ആണ്. ആ ഗെയിൻ നമ്മൾ എവിടെ കാണിക്കും? വിൽ ഷോ ഇറ്റ് അണ്ടർ OCA. ആ ഗെയിൻ നമ്മൾ എങ്ങോട്ട് പോകണം? OCA-ലോട്ട് പോകും. ഫൈൻ. അപ്പൊ ആ ഗെയിന്റെ ഒരു ഷെയർ പേരന്റിനും പോകുന്നുണ്ടായിരിക്കും, NCEക്കും പോകുന്നുണ്ടായിരിക്കും. ഈ ഗെയിന്റെ ഒരു ഷെയർ, ഹൗ മച്ച് ഈസ് ദ ഷെയർ ഓഫ് പേരന്റ്? കാരണം ഫുൾ ഗുഡ് വിൽ മെത്തേഡ് അല്ലേ, 80% ആണ് പേരന്റ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഗുഡ് വില്ലിന്റെ ഗെയിൻ ഓർ ലോസിൽ വന്ന 80% പേരന്റിനും പോവും, ബാക്കി എമൗണ്ട് NCA-ലോട്ടും പോകും. സാർ ഇമ്പയർമെന്റ് എക്സ്ചേഞ്ച് റേറ്റ് ആവറേജ് റേറ്റ് അല്ലേ എടുക്കണ്ടേ? ആവറേജ് ഉണ്ടെങ്കിൽ ആവറേജ് റേറ്റ് എടുക്കണം. ഇവിടെ ആവറേജ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. ഓക്കെ, ആവറേജ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ആവറേജ് ഇല്ലെങ്കിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആവറേജ് ഒരിക്കലും ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞ ചെയ്യല്. അത് IAS 21 ആക്ച്വലി ഒരു ഡ്രോബാക്ക് ആണ്. ബിക്കോസ് ദേ ഹാവന്റ് explained to us the fact that how to find the average rate. ആവറേജ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് അവർ പറയുന്നില്ല. ബേസിക്കലി IAS 21 ഒരു ക്രിറ്റിസിസം ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് അൾട്ടിമേറ്റ്ലി ഫോറിൻ സബ്സിഡി പാർട്ടിൽ എപ്പോഴും ക്വസ്റ്റൻ ആയിട്ട് വരുന്നുണ്ടാവുക. ആ ഗുഡ് വിൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ റീട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണം. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഗുഡ് വിൽ ഇൻ വിച്ച് കറൻസി? സബ്സിഡീസ് ഫങ്ഷണൽ കറൻസി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആയിരിക്കണം കൺവേർഷൻ വരുന്നുണ്ടാവുക. ക്ലിയർ എവരിവൺ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ, അപ്പൊ ഗ്രൂപ്പിൽ ഇനി ക്യാഷ് ഫ്ലോയുടെ ഇതുകൊണ്ട്, സോ വിൽ കീപ് വൺ മോർ ക്ലാസ്. അപ്പൊ ക്യാഷ് ഫ്ലോയും കാര്യങ്ങളും നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്യാഷ് ഫ്ലോ കറണ്ട് ഇഷ്യൂസ് ഞാൻ നാളെ എടുക്കാം. പറഞ്ഞു കറണ്ട് ഇഷ്യൂസ് ഞാൻ എടുക്കണം. അത് ആക്ച്വലി ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പൊ അത്രയും കറണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല. മേ ബി ഒരു ഹാർഡ്ലി 4 ഇഷ്യൂസ് ഒക്കെ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയം മതി, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് അവസാനം എടുക്കാം. നിങ്ങൾ ബാക്കി സ്റ്റാൻഡേർഡ്സ് എല്ലാം പഠിച്ചു കേട്ടോ. കറണ്ട് ഇഷ്യൂസിന്റെ PDF ഷെയർ ചെയ്തില്ലേ? കറണ്ട് ഇഷ്യൂസിന്റെ PDF ഞാൻ വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ.